98 ലക്ഷം രൂപ കടം കയറിയിട്ട് വിഷം കഴിക്കാനായിട്ട് പോയ ആളാ ഞാൻ. 98 ലക്ഷം രൂപ കടം കയറിയിട്ട് വിഷം കഴിക്കാൻ പോയ ആളാ. ഇന്നെന്റെ തമ്പുരാൻ എൻ്റെ എല്ലാ ബാധ്യതകളെയും തീർത്തു. ഓക്കെ, ഇപ്പൊ വീട് വെച്ച ബാധ്യതകൾ മാത്രമേ എനിക്ക് അന്നുണ്ടായിരുന്ന കടങ്ങളെല്ലാം തീർത്തു. പക്ഷെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിച്ചില്ല. മറ്റൊരു കാര്യം, ഒരു 11 വർഷത്തിന് മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് ദൈവം സാമ്പത്തിക അനുഗ്രഹം തരാൻ വേണ്ടി ദൈവം എനിക്കൊരു ഡയറക്ഷൻ തന്നു. നിനക്ക് സാമ്പത്തികമായ ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ നീ ഈ തീരുമാനമെടുത്താൽ നീ സാമ്പത്തികമായിട്ട് ജയിക്കും. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ഇനി മേലിൽ പലിശയ്ക്ക് പൈസ വാങ്ങിക്കരുത്. 11 വർഷത്തിന് മുമ്പ് ഞാൻ അങ്ങനൊരു തീരുമാനമെടുത്തു. അന്ന് മുതൽ കർത്താവ് തരാൻ തുടങ്ങി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറയാം. അന്ന് മുതൽ കർത്താവ് തരാൻ തുടങ്ങി എനിക്ക്. അതുവരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പലിശക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 11 വർഷത്തിന് മുമ്പ്, ഇനി കർത്താവെ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും പലിശയുടെ പണം വാങ്ങിക്കില്ല എന്ന്, പലിശയ്ക്ക് പൈസ വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ച ദിവസം മുതൽ എൻ്റെ കർത്താവ് എൻ്റെ പേഴ്സിലേക്ക് പൈസ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി. മക്കളെ പ്രതി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ മാപ്പ് പറഞ്ഞോണം. ഈ തിരുനാളുകളുടെ ദിവസങ്ങളിൽ ദിവ്യാനൊക്കെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ, ഇന്നത്തെ ആരാധനയിലൊക്കെ മാപ്പ് പറഞ്ഞു. എൻ്റെ മോനെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവൻ അന്ന് ആ വൃത്തികേട് കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ പോയി വാ വിട്ട് നിലവിളിച്ച്, ഇത് കണ്ണുനീര് ദൈവം അങ്ങ് എടുത്ത് വെക്കുക. എന്നിട്ട് പറയുന്നത് എന്താ വചനം? ഇത് ഞാൻ കുപ്പിയിൽ ശേഖരിക്കുമെന്ന്. ഇതിന് വില കൊടുക്കുന്നവനാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഒരു തുള്ളി കണ്ണുനീരിന് ദൈവം വില തരുന്നയാ? ആ കരയിച്ച ആൾക്ക് അപ്പൊ സമാധാനം കിട്ടുമോ? സ്നേഹമുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് മാതാപിതാക്കളുടെ ശാപം മക്കളുടെ ഭവനത്തിന്റെ അടിത്തറ ഇളകുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് കുഴപ്പമില്ല. അവരൊരു പ്രത്യേക ഭവനമാകുമ്പോൾ അത് ആടുവെന്നാ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വീണ്ടും വചനം പറയുന്നു, നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. സുഭാഷിതം 23:22. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഈ വൃദ്ധയായ ഈ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുകയും അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയണം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്. അത്തിവൃക്ഷങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് തന്നെ നടത്തുന്നു. എന്ത് രസമാണ് പ്രിയമുള്ളവരെ വചനം. അത്തിവൃക്ഷങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കുമെന്ന്. അതായത് ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ്. ഇപ്പൊ എല്ലാരും പറയും കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുമെന്ന്. 24 വർഷമായി ഞാൻ എന്റെ ഈശോ അറിഞ്ഞിട്ട് ഇന്ന് വരെ ആ കുന്തം എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് വരെ സമാധാനം എന്തെന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആനന്ദം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എനിക്ക്. നിങ്ങളുടെ മുമ്പ് ഈ ആടയും പാടയൊക്കെ ചെയ്യുന്നില്ലേ ഒരു നാണവും ഇല്ലാതെ? എന്തുകൊണ്ടാണെന്നറിയോ? ഈ ദേവി പരിശുദ്ധാത്മാവ് വരുന്ന ആനന്ദം മനസ്സിൽ ഉള്ളിക്കിടപ്പുണ്ട്. ഈ ആനന്ദമുള്ളവനെ ഇങ്ങനെ കയ്യും കാലും ഒക്കെ ആട്ടാൻ പറ്റൂ, അല്ലാത്തവരിങ്ങനെ മരക്കുറ്റിണക്കി നിൽക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ ആ ദാനമില്ല. ഈ ആനന്ദമുള്ളവനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റൂ. അവന് എപ്പോൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും, എപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാലും, നമ്മുടെയൊക്കെ മക്കൾക്ക് അത് കിട്ടിയിട്ടുണ്ട് ചിലർക്കെങ്കിലും ഒക്കെ ഇല്ലേ? അവര് എവിടെയെങ്കിലും വള്ളിപ്പെരുന്നാളോ അവിടെ നിന്ന് ആളുകളൊക്കെ ഡാൻസ് കളിക്കുന്നില്ലേ, കണ്ടിട്ടില്ലേ? ഈ ആനന്ദം ഉള്ളിലുള്ളവനാ. ഈ ആനന്ദം നമുക്ക് ചില മനുഷ്യർക്കൊന്നും ഇല്ല. ഒന്ന് കൈ ഉയർത്താൻ പോലും പറ്റത്തില്ല, ഹല്ലേലൂയ എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല, യേശുവേ എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. ഈ ആനന്ദം ഇല്ലാത്തതുകൊണ്ടാ. അപ്പം ഞാൻ അനുഭവിക്കുന്ന സമാധാനക്കേടെന്താണ്? ഞാൻ അനുഭവിക്കുന്ന സമാധാനക്കേടെന്ന് പറഞ്ഞ ഇതാണ്. പോയി ക്രിസ്ത്യാനി ആയേക്കുന്ന നാണം കെട്ടവൻ, കുടുംബത്തിന്റെ പേര് കളയാൻ എന്ന് എന്നെ കുറിച്ച് പറയാം. എൻ്റെ ബന്ധുക്കള്, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ പറയുന്നത് ഞാൻ അവരുടെ കുടുംബത്തിന്റെ പേര് കളഞ്ഞവനാ. ഒന്ന് ആലോചിച്ച് നോക്കേ. അവർക്കറിയോ എൻ്റെ ഉള്ളിലുള്ള ആനന്ദം എന്തുവാന്ന്? എൻ്റെ ഉള്ളിലുള്ള ആനന്ദം അവർക്കറിയോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ്
ഒരിക്കൽ ശാലോം ടി വിയിൽ എൻ്റെ ഒരു പ്രോഗ്രാം വന്നായിരുന്നേ, ഒരു വചനധാര എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇത് കണ്ടോണ്ട് ശാലോം ടി വി കാണുമോ? ഓക്കെ. അപ്പോൾ ഇത് കണ്ടോണ്ട് എൻ്റെ ഒരു അങ്കിൾ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഓ ടി വി കൂടെ ഒന്ന് വലിയ മതപ്രഭാഷണം നടത്തുന്ന കണ്ടല്ലോടാ നീ, കുടുംബത്തിന്റെ പേര് കളഞ്ഞ അടങ്ങൂല്ലേ നീ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്കിൾ ശാലോം ടി വി കാണുമോ എന്ന് ചോദിച്ചു. അപ്പോഴേ ഫോൺ അങ്ങ് വെച്ച്. കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, ഞാൻ നിന്നെ പർവ്വതങ്ങളുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തും, അനേകർക്ക് സാക്ഷിയാക്കി ഞാൻ നിന്നെ മാറ്റുവെന്ന്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഞാൻ അനേകർക്ക് സാക്ഷിയാക്കി നിന്നെ മാറ്റുവെന്ന്. പ്രിയമുള്ളവരെ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വപ്നങ്ങളിൽ ഒരിടത്ത് പോലുമില്ല ഇങ്ങനെ ഒരു ബലിപീഠത്തിന്റെ മുമ്പിൽ വന്ന് ഒരു ഇങ്ങനെ ദൈവത്തെ കുറിച്ച് പറയുമെന്ന് എന്റെ സ്വപ്നങ്ങളിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, എന്റെ ആഗ്രഹങ്ങളിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല, എന്റെ ഇഷ്ടങ്ങളിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ വന്ന് സുവിശേഷം പറയുമെന്ന്. എന്റെ സ്വപ്നം, കാരണം ഞാൻ ജനിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തിലായതുകൊണ്ട് ഒരിക്കലും ഒരു ചാൻസ് ഇല്ല, ഒരിക്കലും ഒരു ചാൻസ് ഇല്ല. പക്ഷേ ഇന്നിതാ നിങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഓരോ ദേവാലയങ്ങളിലും സെമിനാറുകളിലും സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷനിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുക, ദൈവമേ ഇതെങ്ങനെ പറ്റുന്നേ? കാരണം വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഒന്നാമത്തെ സൂചിപ്പിച്ചത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് തെരഞ്ഞെടുക്കുക. അതെ, എന്റെ യോഗ്യത കൊണ്ടൊന്നും തെരഞ്ഞെടുത്തല്ല പ്രിയമുള്ളവരെ, അവൻ ആവശ്യമുള്ളത് കൊണ്ട് തെരഞ്ഞെടുത്ത. പ്രൈസ് ദി ലോർഡ്. അവൻ ആവശ്യമുള്ളത് കൊണ്ട് തെരഞ്ഞെടുത്തിയ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്ന് ഇപ്പോഴും എനിക്ക് ഈ ബലിപീഠത്തിൽ കയറിക്കാൻ പേടിയാണ്. ഇതിനൊരു അപാര യോഗ്യത വേണം പ്രിയമുള്ളവരെ, ഇതിനകത്ത് നിൽക്കണമെങ്കിൽ. കാരണം സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്, കുരുകുൽ പക്ഷി അതിന്റെ സങ്കേതവും മീവൽ പക്ഷി അതിന്റെ കൂടും ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. അല്ലേ? കേട്ടില്ലേ സങ്കീർത്തനം? എത്ര സുന്ദരമാണ്. കുരുകിൽ പക്ഷി അതിന്റെ കൂടും മീവൽ പക്ഷി അതിന്റെ സങ്കേതവും ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവെന്ന്. ദൈവം സൃഷ്ടിച്ച ഈ കുരുകിൽ പക്ഷിയും മീവൽ പക്ഷിയൊക്കെ അതിന്റെ സങ്കേതം, അതിന്റെ ആശ്രയം കണ്ടെത്തുന്നത് ബലിപീഠത്തിലാണെങ്കിൽ, ദൈവത്തിന്റെ സ്വന്തം ഛായയെ സൃഷ്ടിച്ച മനുഷ്യന്റെ കാര്യം എന്താണ്? ഇല്ലേ? സഭ തന്റെ മക്കളെ വളർത്തുന്നത് എവിടെ വെച്ചാ പ്രിയമുള്ളവരെ? ബലിപീഠത്തിന്റെ ചുറ്റും നിർത്തിയ. ഈ ബലിപീഠത്തിന്റെ ചുറ്റും നിന്നാണ് സഭയുടെ മക്കൾ വളരുക. അത് നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ. ഞാൻ ഒരു ക്രിസ്ത്യാനിക്ക് ഇത് അനുഭവം ആവുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ജനിച്ചപ്പം മുതൽ അതിനകത്തായതുകൊണ്ട് അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പഴയ വിശ്വാസം നിൽക്കുമ്പോഴേ ഒരു മരുഭൂമിയുടെ നടുക്ക് നിൽക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. ഇന്ന് ഞാൻ ഒരു മരത്തിന്റെ തണലിനകത്ത് നിൽക്കുന്ന സുഖമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഈ വ്യത്യാസം എനിക്കറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ജനിച്ചപ്പം മുതൽ ഇല്ല മരത്തിന്റെ തണലിലായതുകൊണ്ടേ ഇല്ല മരുഭൂമിയുടെ ചൂടറിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു ക്രൈസ്തവനായിട്ട് ജനിച്ചതിന്റെ പുണ്യം എന്താണെന്ന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പോലും നമുക്ക് പലപ്പോഴും ഒക്കെ നാണക്കേടാ, അല്ലേ? ഉണ്ടോ? പക്ഷെ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിലോ? മക്കൾക്കുണ്ടെങ്കിൽ എന്തോ ചെയ്യുന്നു? മക്കൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ കോളേജിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റി ചോദിക്കുമ്പോൾ, കമ്മ്യൂണിറ്റിയുടെ സമയം പറയുന്ന ഈ സമയത്ത് ചിലർക്ക് ചോദിക്കുമ്പോൾ ഭയങ്കര നാണക്കേടാ. എന്തോ നമ്മളെ പറ, ഉറക്കെ പറ. എന്തുവാ പറഞ്ഞേ? LC എന്ന്. ഞാനൊരു LC ആണെന്നും RC ആണെന്നൊക്കെ പറയാനൊരു ചമ്മലാണ് നമ്മുടെ മക്കൾക്ക്. നമ്മളൊക്കെ ഈ ഹോളി വീക്കിന്റെ സമയത്ത് ഒരു പാട്ട് പാടുമല്ലേ? നമ്മുടെ നാഥൻ രക്ഷകനേശുവിൻ അമൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും നാം. അല്ലേ? എന്ത് ശബ്ദത്തിലാണ് നമ്മളതൊക്കെ പാടുന്നേ? ഒരു കുരിശിനെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ജനതയാ പ്രിയമുള്ളവരെ. ഇതിന് സന്തോഷം ഉണ്ടെങ്കിൽ കൈയടിച്ചേ. അതിനെ ഓർത്ത് സന്തോഷമുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയണം, ഒരു കുരിശിനെ ഓർത്ത് സന്തോഷിക്കുന്ന ജനത, ഒരു മരണത്തെ, നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ. ഒരു ക്രൈസ്തവന്റെ എല്ലാ സന്തോഷങ്ങളുടെ കൂട്ടായ്മകളിലും ഒരു മരണത്തെ ഓർക്കൂല്ലേ? ഈ മരണത്തെ ഓർക്കാൻ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അവന്റെ മരണം ഓർക്കാതെ. ഇന്ന് ബലിയുടെ തുടക്കത്തിൽ അച്ഛൻ പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ കൂടുമ്പോൾ ഇത് ചെയ്യുക, എൻ്റെ ഓർമ്മയ്ക്കായി. അല്ലേ? എൻ്റെ ഓർമ്മയ്ക്കായി. ഓർമ്മ മാത്രം മതിയെന്ന് ഈശോ ആഗ്രഹിക്കുന്നേ. അവനെ കുറിച്ചുള്ളൊരു ഓർമ്മയാ പ്രിയമുള്ളവരെ ഈ സാക്രമെന്റുകളൊക്കെ. അവനെ കുറിച്ചുള്ള ചില തോന്നലുകളൊക്കെ ഈ സാക്രമെന്റുകളൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് അവന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചെയ്യാം.
അപ്പം ഒരു ക്രൈസ്തവനായിരിക്കാൻ നമ്മൾ ഭാഗ്യം ചെയ്തവരാം. അപ്പൊ ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കും അറിയാം എനിക്ക് കിട്ടിയ ആനന്ദം എന്താണെന്ന്. പക്ഷെ എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ബന്ധുക്കൾക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ഇവൻ എന്താണ് അഡീഷണൽ കിട്ടിയതെന്ന്, ഇവൻ എന്താണ് എക്സ്ട്രാ കിട്ടിയതെന്ന് അവർക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. പ്രിയമുള്ളവരെ, ആ എക്സ്ട്രാ കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ റിവീൽ ചെയ്യുന്നത്, ഞാനിങ്ങനെ വെളിപ്പെടുത്തുന്നത്. എനിക്ക് കിട്ടിയ എക്സ്ട്രാ കിട്ടിയ കാര്യം. പ്രിയമുള്ളവരെ, വെറും 24 വർഷത്തെ ബന്ധം കൊണ്ട് എൻ്റെ കർത്താവിന് എന്നെ ഇവിടം വരെ എത്തിക്കാമെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ ക്രൈസ്തവരായ നിങ്ങളെ ദൈവം എവിടെ കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നേ? എനിക്ക് വെറും 24 വർഷത്തെ ബന്ധമേ ഉള്ളെന്ന് ഓർക്കണം. നിങ്ങൾ എന്നേക്കാൾ എത്രയോ സീനിയറാണ്. 24 വർഷത്തെ വെറും ബന്ധം കൊണ്ട് മാത്രം എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, കാലും എന്താ പട്ടിയെ പോലെ ഓടും, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം കിട്ടിയവനെ കുറിച്ച് പറഞ്ഞിട്ടും മതി വരുന്നില്ല. ഈ 5 ദിവസവും ഞങ്ങൾ ഇവിടെ ഇത് പറയാൻ കാണിക്കുന്ന വെപ്രാളം നിങ്ങൾ കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ ഉള്ളിലുള്ളൊരു സന്തോഷം നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു സന്തോഷം തരുന്നുണ്ട്. അത് സഹനങ്ങളുടെ മേലിലാണെങ്കിലും സന്തോഷത്തിന്റെ മേലിലാണെങ്കിലും ദുഃഖത്തിന്റെ മേലിലാണെങ്കിലും രോഗത്തിന്റെ മേലിലാണെങ്കിലും ഒരു ആനന്ദം ഞങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. അല്ലേ? നമ്മുടെ ഒരു പാട്ടിന്റെ വരിയുണ്ടല്ലേ, ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ, മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവെച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തോരാനന്ദം എന്തോരാനന്ദം. അല്ലേ? അവന്റെ നെഞ്ചിലോട്ട് ഇങ്ങനെ ചാഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാനന്ദമുണ്ട്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ കുർബാന ഇവിടെ എഴുന്നള്ളിച്ച് വെക്കുമ്പം അവന്റെ നെഞ്ചിലേക്ക് യോഹന്നാൻ ചെയ്തതുപോലെ, യോഹന്നാൻ എപ്പോഴൊക്കെ യേശുവിന്റെ അടുത്ത് നിന്നിരിക്കുന്നു, ശിഷ്യന്മാരുടെ യോഹന്നാൻ താമസിച്ച് വന്നാലും ശിഷ്യന്മാരൊക്കെ യേശുവിന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ അവരെയൊക്കെ മാറ്റിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കും. കാരണം യോഹന്നാൻ എപ്പോഴും യേശുവിന്റെ അടുത്തിരിക്കണമായിരുന്നു. യോഹന്നാൻ എപ്പോഴും യേശുവിന്റെ അടുത്തിരിക്കണമായിരുന്നു. എന്നിട്ട് എങ്ങനെയാ കിടക്കുന്നേ? യേശുവിന്റെ വക്ഷസ്സിലേക്ക് ചാഞ്ഞു കിടന്നെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഈ വക്ഷസ് എന്ന് പറയുന്നത് പുരുഷനല്ല, സ്ത്രീക്കാണ്. അതിന്റെ പച്ച മലയാളം മാറിടം എന്നാണ്. പുരുഷന് നെഞ്ചെന്നേ പറയുള്ളൂ. യേശുവിന്റെ വക്ഷസ്സിലേക്ക് ചാഞ്ഞെന്ന് പറഞ്ഞാല് യേശുവിന്റെ മാറിടത്തിൽ അതൊരു അമ്മയുടെ സ്നേഹവും യേശുവിന്റെ ഹൃദയത്തിലുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു അമ്മയുടെ സ്നേഹവും യേശുവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഒരു അമ്മയുടെ വാത്സല്യവും യേശുവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ സമ്പൂർണനാണെന്ന് പറയുന്നത്. ഇവന്റെ പേര് സമ്പൂർണൻ എന്ന് ഇവനെ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെ എല്ലാ ഭാവഭാവാദികളും അവനിലുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് യോഹന്നാൻ യേശുവിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യേശുവിന്റെ നെഞ്ചിടിപ്പ് പോലും യോഹന്നാന് കേൾക്കാമായിരുന്നു. 1 കൊരിന്ത്യസ് 13-ാം അധ്യായത്തിൽ പറയുന്നു, സ്നേഹത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹം എന്താണെന്നാ പറഞ്ഞേ? ദീർഘ ക്ഷമയുള്ളതാണ്. സ്നേഹം പരസ്പരം കലഹിക്കുന്നില്ല, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. അപ്പം ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഭർത്താവിനോട് മക്കളോട് സ്നേഹം ഉണ്ടോന്ന്? സ്നേഹത്തിന് ആദ്യം പറഞ്ഞെന്താണ്? ദീർഘക്ഷമയാണ്. ക്ഷമിച്ച് 70 തവണ എന്നിട്ടേ പറയാവൂ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, കേട്ടോ, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അല്ല, പറയരുത്. ദീർഘക്ഷമ വേണം സ്നേഹത്തിന്. സ്നേഹത്തിന് ഭയമില്ല. ചിന്തിച്ചു നോക്കേ, സ്നേഹത്തിന് ഭയമില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഈ കായലിൽ കൂടെ വള്ളത്തിൽ പോവാം. അമ്മ കുഞ്ഞിനെയും കൊണ്ട് വള്ളത്തിൽ പോകുമ്പം അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് വഴുതി അങ്ങ് വെള്ളത്തിൽ വീണു. അമ്മ എന്ത് ചെയ്യും? അമ്മയ്ക്ക് നീന്തൽ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ അമ്മയ്ക്ക് എന്താണ്? കുഞ്ഞിനെ രക്ഷിക്കണം. അമ്മയ്ക്ക് അപ്പൊ പേടിയുണ്ടോ? എന്താണ് പേടി വരാത്തതിന്റെ കാര്യം? കുഞ്ഞിനോടുള്ള സ്നേഹം ഈ പേടിയുടെ അപ്പുറത്താ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അമ്മ എടുത്തങ്ങ് ചാടും. അമ്മയ്ക്ക് ജീവൻ പോകുന്നൊന്നും പേടിയില്ല. കാരണം എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം അത്ര വലുതാ. അപ്പം വചനം പറഞ്ഞെങ്ങനെയാണ്? തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം
ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മകൻ കുരിശിൽ മരിക്കുന്നതിന് ദൈവത്തിന് ഭയമില്ല. കാരണം ആ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ആ ദൈവത്തിന് ഭയമില്ലാതായി. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ കൊണ്ടാണ് നമ്മൾ നടക്കുക. ഈ ദൈവത്തെ കൊണ്ടാണ് നടക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറും എൻ്റെ മക്കളോടൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്. മക്കളെ, നമുക്ക് ഇങ്ങനൊരു ദൈവത്തെ കിട്ടിയില്ലായിരുന്നു, ഈ പപ്പയൊക്കെ എന്തുവായിരുന്നടാ അവസ്ഥ. നശിച്ച് പാപം ചെയ്ത് പണ്ടാരടങ്ങിയാനെ ഇല്ലേ? ഇങ്ങനൊരു ദൈവത്തെ കിട്ടുക എന്ന് പറയുന്ന പ്രിയമുള്ളവർ, ഇത് എല്ലാവർക്കും ഒന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ എല്ലാവർക്കും ഒന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെന്ന് വചനം പറയുന്നതുകൊണ്ട്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവും എന്നൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാ? തെരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങൾ സ്പെഷ്യലാ. മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജീവിക്കുന്നവരാ. നിങ്ങൾ സ്പെഷ്യലാണ്. സംതിങ് സ്പെഷ്യൽ. ഒരു പക്ഷേ ഒരു 24 വർഷത്തിന് മുമ്പ് എന്നെ കണ്ടവർക്ക് ഇന്ന് എന്നെ കാണുമ്പോൾ മനസ്സിലാവില്ല. 24 വർഷത്തിന് മുമ്പ് എന്നെ കണ്ടവർക്ക് എന്നെ ഇന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എന്നെ പണ്ട് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് ഒരു ഉണ്ണിയാണോടാ, ഉണ്ണിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം ഉണ്ണിയാണ്. നീ എന്താ ഇങ്ങനെ? ഞാൻ എന്താ ഇങ്ങനെന്ന്? അതായത് കാഴ്ചയെ തന്നെ മാറി. പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈശോയെ അറിയുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു, ഭയങ്കര ജാടയായിരുന്നു. ഓരോ മാസങ്ങൾ തോറും എൻ്റെ കാറുകൾ മാറും, പുതിയ കാറുകൾ, വണ്ടികൾ എല്ലാം, ഭയങ്കര ലക്ഷറി ജീവിതം, ഭയങ്കര ജാടയും അഹങ്കാരവും ഒക്കെ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ആ എന്നെ ഇന്ന് കണ്ടാൽ, ഇന്ന് എൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു സങ്കടമില്ല. പണ്ട് ഞാനിതൊന്നും പറയില്ല, പണ്ടിതൊന്നും പറയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ രൂപാന്തരീകരണം സംഭവിക്കും. നമ്മുടെ സകല രൂപവും അങ്ങ് മാറും, ഭാവവും മാറും. യേശു ഫലത്തെ കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് പറഞ്ഞൊരു വചനമുണ്ടേ. ഫലത്തെ കണ്ട് നമ്മളിലേക്ക് ഫലം കണ്ടിട്ട് വേണം വൃക്ഷമാണോ എന്ന് തിരിച്ചറിയാൻ, ഇത് ഏത് വൃക്ഷമാണെന്ന് തിരിച്ചറിയാൻ. ചക്ക കണ്ടാൽ നമുക്കറിയാം ഏതാ വൃക്ഷം, പ്ലാവാണ്. തേങ്ങ കണ്ടാൽ ഏതാ വൃക്ഷം, തെങ്ങാണെന്നറിയാം അല്ലേ? അപ്പൊ നമുക്കറിയാം ഫലത്തെ കണ്ടിട്ട് വൃക്ഷത്തെ കാണാം. അപ്പൊ നമ്മളിലെ ക്രിസ്തീയ ഫലത്തെ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക്? എന്റെ പ്രിയമുള്ളവരെ, കൂടെ ജീവിക്കുന്നവരെ, കണ്ടവരെ നമ്മൾ വിശ്വസിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കാണാത്ത ഈ ദൈവത്തെ വിശ്വസിക്കുക? ദിവസം കണ്ട ഭർത്താവിനെ വിശ്വസിച്ചിട്ടില്ല, ദിവസം കാണുന്ന ഭാര്യയെ വിശ്വസിച്ചിട്ടില്ല, ദിവസം കാണുന്ന മക്കളെ വിശ്വസിച്ചിട്ടില്ല. നിരന്തരം കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ പറയില്ല തോമാസ് ലീഗയുടെ കണക്ക്. പക്ഷെ കണ്ടവരെ പോലും വിശ്വസിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ഈ കാണാത്ത ഈ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുക? കണ്ടവരെ ആദ്യം വിശ്വസിക്കാം. കണ്ടവരെ നമുക്ക് ആദ്യം വിശ്വസിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മാതാപിതാക്കളെ, കാണുന്നവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാം. എന്നിട്ടേ അവര് പറഞ്ഞു തന്ന ദൈവത്തെ നമുക്ക് എത്താൻ പറ്റും, അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇന്ന് ഈ ധ്യാനത്തിന്റെ 5ാമത്തെ ദിവസം, ഒടുവിലത്തെ ദിവസം, നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ ആത്മാവിനെ ഞാൻ എത്രത്തോളം ഞാൻ ബലപ്പെടുത്തുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ കരിയില പണ്ടിട്ട് കത്തിക്കുമ്പം ഈ കരിയില കത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയാൽ വെള്ള ചാരം ഇങ്ങനെ മൂടി കിടക്കൂല്ലേ? അപ്പൊ നമ്മളെന്ത് ചെയ്യും? കൊച്ചുനാളിലൊക്കെ ഈ വെള്ളം ഇതിന്റെ മേലെ ചാടിയാൽ ഇതിങ്ങനെ പറക്കൂല്ലേ? അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് ഒരൊറ്റ ചാട്ടം. അപ്പൊ എന്ത് ചെയ്യും? അയ്യോ കാല് പൊള്ളി എന്ന് പറഞ്ഞു. കാരണം ഇതിനകത്ത് കനലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതം ഇങ്ങനെ ചാരം മൂടി കിടക്കുക പ്രിയമുള്ളവരെ. ഇതിങ്ങനെ ഊതിക്കണം, അപ്പോൾ ഇതിങ്ങനെ കത്തും, ഇതങ്ങനെ ജ്വലിക്കും. അതായത് വിശ്വാസി എന്ന് പറയുന്നത് ഓരോ ദിവസവും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാ. പ്രാർത്ഥിച്ച് 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 മുകളിലേക്കാണ് പോകുന്നത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും നമ്മൾ മുകളിലേക്ക് പോവാണ്, താഴേക്കല്ല, താഴേക്കല്ല, താഴേക്കല്ല. നമ്മൾ എത്രയോ കാലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ടെസ്റ്റിമണിയോ സാക്ഷിയോ ഒന്നും പറയാൻ ഒത്തിരി സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സൂചിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഈ 1999 98 ലക്ഷം രൂപ കടം കയറിയിട്ട് വിഷം കഴിക്കാനായിട്ട് പോയ ആളാ ഞാൻ. 98 ലക്ഷം രൂപ കടം കയറിയിട്ട് വിഷം കഴിക്കാൻ പോയ ആളാ.
ഇന്നെൻ്റെ തമ്പുരാൻ എൻ്റെ എല്ലാ ബാധ്യതകളെയും തീർത്തു. ഓക്കെ, ഇപ്പൊ വീട് വെച്ച ബാധ്യതകൾ മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് അന്നുണ്ടായിരുന്ന കടങ്ങളെല്ലാം തീർത്തു. പക്ഷെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിച്ചില്ല. മറ്റൊരു കാര്യം, ഒരു 11 വർഷത്തിന് മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് ദൈവം സാമ്പത്തിക അനുഗ്രഹം തരാൻ വേണ്ടി ദൈവം എനിക്കൊരു ഡയറക്ഷൻ തന്നു. നിനക്ക് സാമ്പത്തികമായ ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ നീ ഈ തീരുമാനം എടുത്താൽ നീ സാമ്പത്തികമായിട്ട് ജയിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു കർത്താവിനോട്, കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഇനി മേലിൽ പലിശയ്ക്ക് പൈസ വാങ്ങിക്കരുത്. 11 വർഷത്തിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അന്ന് മുതൽ കർത്താവ് തരാൻ തുടങ്ങി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറയാം. അന്ന് മുതൽ കർത്താവ് തരാൻ തുടങ്ങി എനിക്ക്. അതുവരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പലിശക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 11 വർഷത്തിന് മുമ്പ്, ഇനി കർത്താവെ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും പലിശയുടെ പണം വാങ്ങിക്കില്ല എന്ന്, പലിശയ്ക്ക് പൈസ വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ച ദിവസം മുതൽ എൻ്റെ കർത്താവ് എൻ്റെ പേഴ്സിലേക്ക് പൈസ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ഒരു 6-7-8 മാസത്തിന് മുമ്പ് ഒരു പുതിയ വീട് വെച്ചു. ഞങ്ങൾ 5 പേരും, ഞങ്ങൾ 7 പേരും. അവന്മാർ 2 പേര് പുറത്താണ്. ബാക്കി 3 മക്കളും ഞാനും വൈഫും വീട്ടിലുണ്ട്. ഞങ്ങളവിടെ സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു. എല്ലാം എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ തിരിച്ചു വന്നു. ഒറ്റ കാര്യം ചെയ്തോളൂ. 1 പത്രോസ് 5:6 പറയുന്നത്, അവിടുത്തെ ശക്തമായ കരത്തിൽ താഴ്മയോടെ നിന്നുകൊള്ളുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും. അത് മാത്രമേ ചെയ്തോളൂ. അവിടുത്തെ ശക്തമായ കരത്തിന്റെ കീഴിൽ ഒന്ന് നിന്നു കൊടുത്തതേ ഉള്ളൂ പ്രിയമുള്ളവരെ. തക്ക സമയത്ത് ദൈവം എടുത്ത് ഉയർത്തി. പ്രിയമുള്ളവരെ, അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കുക എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടേ. നമ്മുടെ മക്കൾ പോലും പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്, നശിച്ചു പോകുന്നത് നമ്മൾ പോലും അറിയാതെ പറഞ്ഞ ചില ശാപവാക്കുകളുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ പോലും അറിയാതെ മക്കളടുത്ത് പറഞ്ഞ ചില ശാപവാക്കുകളുണ്ട്. എങ്ങനെയാണെന്നറിയോ അത്? നീ നോക്കിയ, നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു. ഒന്ന് ആലോചിച്ചോക്കെ, ഇത് സാമാന്യ വർത്താനമാ ഇത് പറയും നമ്മൾ. നീ നോക്കിക്കൂടാ, നീ ഇപ്പോഴിതൊന്നും അറിയത്തില്ല മോനെ, നീ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ദിവസം വരും. വിധി ഇട്ട് കൊടുത്തേക്ക, ആ ദിവസം വരാൻ കിടക്കുക. നീ ഒരു കാലത്തും ഈ അമ്മയെ കരയിപ്പിച്ചുണ്ടല്ലോ, നീ ഒരു കാലത്തും പറയാറുണ്ട്. പക്ഷേ ഈ മക്കളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ മോൻ പിഴയായിരിക്കും, കഞ്ചാവായിരിക്കും, കള്ളുകുടിയനായിരിക്കും. പക്ഷേ നമ്മുടെ ഈ മകന്റെ അടുത്ത് ഇങ്ങനെ പറയും, എൻ്റെ മോൻ നല്ലതാ, എൻ്റെ മോൻ നല്ലതാ. എപ്പോഴും ആരുടെ മുമ്പിലും ഈ കൊച്ചിനെ ഇങ്ങോട്ട് അടുത്തോട്ട് പിടിച്ചിട്ട് എൻ്റെ മോൻ നല്ലതാ, എൻ്റെ മോൻ നല്ലതാ, എൻ്റെ മോൻ നല്ലതാ. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കേ നിങ്ങൾ. ഈ മോൻ എത്ര പിഴയാണെങ്കിലും അവനങ്ങ് നല്ലതായി മാറും. ഈ മോൻ ഇത് കേൾക്കാൻ വേണ്ടി അമ്മ പറയാമ്മ, അത് എന്തുവാടാ ഞാൻ നല്ലതാന്ന് പറ. എൻ്റെ കൊച്ചുങ്ങളൊക്കെ കുഞ്ഞിലെ അങ്ങനെ ആയിരുന്നു. പപ്പ എപ്പോഴും പറയുന്നു, ഇപ്പൊ ഒരാൾ കുറച്ച് ദിവസം പറയുന്നില്ല, ആ മോൻ നല്ലതല്ലേ. പിന്നെ അതായത് ഈ ലോകത്ത് നമ്മുടെ മക്കൾ നല്ലതാന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ മതി, ആരും പറയണ്ട. വേറെ നമ്മളെങ്കിലും പറയണം പ്രിയമുള്ളവരെ, എൻ്റെ മോള് നല്ലതാ, എൻ്റെ മോള് നല്ലതാ. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് ഉജാല കലക്കി വെച്ചിരിക്കുക, നീല കളർ വെള്ളം. അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ഗ്ലാസ്സിൽ തൊടാനും പാടില്ല, ഈ വെള്ളം സ്ട്രോ ഇടാനും പാടില്ല, ഒന്നും പാടില്ല. പക്ഷെ ഈ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ആക്കണം. മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കലക്കിയ നീല വെള്ളം. ഇത് കൈകൊണ്ട് തൊടാതെ ഈ കളറിലെ വെള്ളത്തെ എങ്ങനെ നിങ്ങൾ മാറ്റും? പറഞ്ഞു ചേച്ചി, എന്തൊരു വെള്ളം? അതെ, കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ നീല കളർ മൊത്തം പോയി നല്ല തെളിഞ്ഞ വെള്ളമാവും. നമ്മുടെ മക്കളും കലങ്ങി കിടക്കുക പ്രിയമുള്ളവരെ. നിങ്ങൾ ആ നല്ലത് അങ്ങോട്ട് ഒഴിക്കാത്തോണ്ടാ. നല്ലതങ്ങോട്ട് ഒഴിക്കുന്നില്ല. നല്ലതൊഴിച്ചായിരുന്നെങ്കിൽ ഇന്ന് ആ യുവാക്കളെ ഈ പള്ളി കണ്ടേനെ. എനിക്ക് ഇന്നലെ സന്തോഷമായി പ്രിയമുള്ളവരെ. ഇന്നലെ ഞാൻ പള്ളി ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോയപ്പോൾ 5 യുവാക്കൾ ഇവിടെ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ ജീസസ് യൂത്താണ്. എനിക്ക് സന്തോഷമായി. മതി, കുറച്ചു പേരെങ്കിലും ഉണ്ടല്ലോ ഈ കരയില്. അവർ ഞങ്ങൾ അവിടെ ഒക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന്. അപ്പൊ പറഞ്ഞു, ബ്രദറെ ഇവിടെ നമ്മൾ മാത്രമല്ല, താഴെ അവിടെ ഒക്കെ ഇല്ല ഇരുന്ന് യുവാക്കൾ കേൾക്കുന്നത്. എനിക്ക് മതി, കേൾക്കട്ടെ, സന്തോഷം. എൻ്റെ യുവാക്കളെ, യുവതികളെ, നിങ്ങൾ അവിടെ ഇരുന്ന് കേട്ടാൽ മതി. അവരിനി പള്ളി കയറിക്കോളും. കേൾക്കാൻ ആഗ്രഹമുണ്ട് അവർക്ക്. പ്രിയമുള്ളവരെ, നല്ലത് ഇങ്ങനെ പറഞ്ഞ് 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 നല്ലതാക്കണം.
പറഞ്ഞു 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 പറഞ്ഞ് നല്ലതാക്കണം. അങ്ങനെ ആക്കിയാല് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാവങ്ങളും മാറാൻ പോവുകയാണ് പ്രിയമുള്ളവരെ. വചനം പറയാണ്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം പറയാണ്, കുട്ടികളിൽ കോപം ഉളവാക്കരുതെന്ന്. അത് മക്കളില് ദേഷ്യപ്പെടുത്തും ചില മാതാപിതാക്കള്, ചുമ്മാ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഈ മക്കൾ തന്നെ പറയും, നിങ്ങൾക്കൊന്ന് അടങ്ങി, നിങ്ങൾക്ക് ഏത് സമയം എന്തോ എന്റെ നേരെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ? വചനം എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താ അതിന്റെ കാര്യം? ഈ കൊച്ചുങ്ങളെ സ്വസ്ഥതയ്ക്ക് വിടാത്തതിന്റെ കാര്യം എന്താ? പാവങ്ങളല്ലേ ഇവര്? ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ തുടക്കത്തിൽ ചോദിച്ചായിരുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഇത്രയും പ്രഷർ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പിന്നെ ഈ നിങ്ങൾക്ക് കിട്ടാത്ത സാധനം എന്തോ ഇവർക്ക് കൊടുക്കുന്നേ? നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചല്ലോ നിങ്ങളുടെ അപ്പനും അമ്മയും. നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയാ? അടിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളോ അടി അങ്ങ് നിർത്തി. എന്നിട്ടോ ഞാൻ അടിക്കുന്നില്ലല്ലോ, എന്റെ കൊച്ചിലെ എനിക്ക് ഇഷ്ടം പോലെ അടിപെട്ടെ, ഞാൻ അടിക്കുന്നില്ലല്ലോ. അടിക്കണമെന്നാ വചനം പറയുന്നത്. ഞാൻ അതിന്റെ ഭാഗം താഴേക്ക് വരാം. അടിക്കണമെന്നാ മക്കളെ, അല്ലാതെ ഇങ്ങനെ വാക്കുകൾ പറയരുത്. വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. കാരണം ദൈവത്തിന്റെ വചനം പോലും വചനം വാക്കാത്, അതിന് ഇത്രയും ശക്തി. അടി കൊടുത്താൽ അവിടെ തീർന്നു. പക്ഷെ വാക്ക് പറഞ്ഞാലോ? നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങളുടെ ഭർത്താവ് അടിച്ചതൊക്കെ മറന്നിട്ടുണ്ട്, ഭാര്യ അടിച്ചതൊക്കെ മറന്നിട്ടുണ്ട്, പക്ഷെ വാക്ക് പറഞ്ഞത് മറന്നിട്ടുണ്ടോ? നിങ്ങളന്ന് തന്നെ ആ കല്യാണത്തിന് കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്തോ പറഞ്ഞു ചോദിക്കാറുണ്ട് അല്ലേ? വാക്കൊന്നും മറന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മക്കൾ മറക്കണമെന്നാണോ പറയുന്നത്? നമ്മൾ പറഞ്ഞ ശാപവാക്കുകളൊക്കെ മമ്മിയുടെ വായുന്നൊരു ശാപവാക്ക് കേട്ടാൽ, അപ്പന്റെ വായുന്നൊരു ശാപവാക്ക് കേട്ട് അവൻ അന്ന് മുതൽ അവന്റെ കാലാടുക. അപ്പ പറഞ്ഞിട്ടുണ്ട്, ശരിയാവത്തില്ല, വണ്ടി നീ എടുത്തോണ്ട് പോടാ, നീ വണ്ടി എവിടെ ചെന്ന് കയറുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ. അവന്റെ ഉള്ളിൽ എപ്പോഴും കിടപ്പുണ്ട്, വണ്ടി കയറും, വണ്ടി എവിടെയോ കയറും, അവൻ കയറിയിരിക്കും. വചനം പറയുന്നു, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, ജാഗരൂകതയോടുകൂടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അതായത് മക്കളെ പഠിപ്പിക്കുന്നില്ല, ഈ ശ്രദ്ധ വേണമെന്നേ. ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ നടക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇത്ര ശ്രദ്ധ വേണേ. ഒരു നൂലിലൂടെ പോകുന്ന കണക്കാ. ഇത്ര ശ്രദ്ധ ഉണ്ടെങ്കിലേ മക്കളെ വളർത്താൻ പറ്റൂ എന്നാ വചനം പറയുന്നേ. നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ, 10-12 മക്കളെയൊക്കെ നോക്കിയ അപ്പനും അമ്മയൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ? ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ കാണും 8-10 മക്കളെ, 8-ാമത്തെ 7-ാമത്തെ കൂട്ടത്തിൽ കാണും. 10 മക്കളെയൊക്കെ ഈ അപ്പനും അമ്മയ്ക്ക് നോക്കാൻ പറ്റി. പക്ഷെ ഈ 10 മക്കളെ വിചാരിച്ചിട്ടും അപ്പനെ അമ്മയെ നോക്കാൻ പറ്റിയിരുന്നല്ല, അറിയാവോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10 മക്കളെ ഈസി ആയിട്ട് ഈ അമ്മ നോക്കി. പക്ഷെ അമ്മയുടെ വാർദ്ധക്യത്തിൽ 10 മക്കൾ ഉണ്ടായിട്ടും നോക്കാൻ പറ്റുന്നില്ല. 10 കിടക്കുന്ന സമരമാ. ഒന്ന് ആലോചിച്ചൊക്കെ, 10 പേര് വിചാരിച്ച് എങ്ങനെ നോക്കാം അവരെ? ഈ തള്ള ഒറ്റയ്ക്കല്ലേ ഈ 10 നോക്കിയത്? കേട്ടോ, സമയമൊക്കെ ആവാൻ പോവുക നമ്മുടെയൊക്കെ. ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ അറിയാം. ദൈവത്തെ കൊടുത്തവർക്കൊക്കെ കാണും, ദൈവത്തെ കൊടുത്തവർക്കൊക്കെ നോക്കും മക്കള്. ദൈവത്തെ കൊടുക്കാത്ത കിട്ടാത്ത മക്കളൊന്നും നോക്കത്തില്ല പ്രിയമുള്ളവരെ. കൊണ്ടുവന്ന് ആ ഓർഫനേജിലും വൃദ്ധസ്ഥാനത്തിലും ഒക്കെ കൊണ്ടുവന്ന് ഇടും നമ്മളെയൊക്കെ. ഓക്കെ, വചനം പറയാം. പ്രഭാഷകൻ ആൺകുട്ടികളെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു, മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകുമെന്ന്. ആൺകുട്ടികളെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ ശിക്ഷണത്തിലാണ് വളർത്തുന്നെങ്കിൽ ഓർത്തോ പ്രിയമുള്ളവരെ, അവൻ മൂലം നമുക്ക് ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാവും, ഭയങ്കര ബ്ലെസ്സിങ് ഉണ്ടാവും. പക്ഷെ ശിക്ഷണത്തിൽ വളർത്തണം. ശിക്ഷണം എന്താണെന്ന് നമുക്ക് താഴോട്ട് വരാൻ പറയാം. ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം അഭിവൃദ്ധി ഉണ്ടാവും. വീണ്ടും സുഭാഷിതങ്ങൾ 23:13 പറയുന്നു, കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കണ്ട. ശ്രദ്ധിക്കണേ, മക്കളെ അടിക്കാൻ മടിക്കണ്ട. വടി കൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയൊന്നുമില്ല. വചനം എഴുതി വെച്ചിരിക്കുകയാണേ. വചന പറയുന്ന സുഭാഷിതങ്ങൾ 23:13, വടി വെച്ച് അടിച്ചെന്നും പറഞ്ഞ് അവൻ മരിച്ചു പോവുകയൊന്നുമില്ല. അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നെന്ത് ചെയ്യും? വീട്ടിൽ ചെന്നിട്ട് ആ മടലെടുത്തുകൊണ്ട് വന്ന് അവനെ അങ്ങ് അടിക്കും. പലരും തീരുമാനിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിൽ കാണാതെ, ശരി അവന് 2 എണ്ണം കുറവുണ്ട്, അങ്ങനെ അടിക്കാനല്ല പ്രിയമുള്ള. ബൈബിളിൽ പറഞ്ഞിട്ട് എങ്ങനെ അടിക്കണത്? വടി എടുത്ത് അടിക്കണമെന്നാ പറയുന്നത്. വടി എടുത്ത് വെച്ച് ഒലക്കയല്ല വടി. ഈ വടി എടുത്ത് അടിക്കുമ്പോൾ എന്നുള്ള പ്രത്യേകത എന്താ? ഈ വടി എടുക്കുമ്പോഴൊരു ഭയം വരും. പിന്നെ കൈ നീട്ടാ ഇങ്ങോട്ട്. നിങ്ങൾ 18 വയസ്സുള്ള 20 വയസ്സുള്ള പയ്യന്റെ അടുത്ത് കൈ നീട്ടാൻ പറഞ്ഞേ,
പിന്നെ പേടിച്ചിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ അടിക്കുന്നത്? പാവങ്ങൾ പോയി മിണ്ടാതെ എവിടെങ്കിലും പോയി എന്തെങ്കിലും ജോലി, ഫോൺ നോക്കുക, താലമണ്ട നോക്കി അടിച്ചങ്ങ് പൊട്ടിക്കും. നമ്മുടെ അപ്പന്മാരടിക്കുന്നത് അങ്ങനല്ലേ? കഷ്ടം. പ്രിയമുള്ളവർ, ഒരിക്കലും അടിക്കുന്നത് അറിയാതെ അടിക്കരുത്. അടിക്കുന്നതിന് മുമ്പ് പറഞ്ഞടിക്കണമെന്നാ. ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ തന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ എവിടെ കൈ നീട്ടാ, കൈ നീട്ടാ, സാറേ അടിക്കില്ലേ സാറേ, അടിക്കില്ലേ സാറേ, സാറേ ഇനി ചെയ്യത്തില്ല സാറേ. ഈ സാധനം മതി അവൻ മാനസാന്തരപ്പെടാൻ. ഈ വടി എടുത്ത് ഇങ്ങനെ, പണ്ടൊക്കെ നമ്മുടെ സാർമാരെ കണ്ടില്ലേ, ഈ വടി എടുത്തിട്ട് ചുമ്മാ ഒരു ആക്ഷനൊക്കെ കാണിക്കും, ഇങ്ങനെ വളയ്ക്കുന്നത്, എടുക്കുന്നത്, ഇങ്ങനെ തേക്കുന്നത് ദേഹത്ത്. അപ്പൊ നമ്മളിത് കളിക്കും, ദൈവമേ ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് ഒരു തീരുമാനം മനസ്സിലങ്ങ് എടുക്കും, ഇല്ലേ? ഇവിടെ ആർക്കും അടിയൊന്നും കൊണ്ടിട്ടില്ലേ? ഈ കോവിള അടിയൊന്നും കൊണ്ടിട്ടില്ലേ? കൊണ്ടിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് ആ വടി എടുക്കുമ്പോൾ തന്നെ പകുതി അങ്ങ് തിരിപ്പ്. എന്റെ വീട്ടിലെ എന്റെ ഇളയ മോൻ, ഈ വീട്ടിലെ ഞാൻ മൂത്തവനോട് എപ്പോഴും നമ്മൾ ഓർക്കണം, ഈ മൂത്ത മക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത്, അല്ലേ? അപ്പൊ ഈ മൂത്ത കൊച്ച് എപ്പോഴും ചോദിക്കും, ഞാൻ മാത്രമേ ഉള്ള ഇവിടെ എന്ന് ചോദിക്കും, അല്ലേ? അല്ലേ, ഈ മൂത്ത കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പാവങ്ങൾ കേട്ടോ, മൂത്ത കുഞ്ഞുങ്ങൾക്കാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ ചോദിച്ചില്ല, മൂന്നാമത്തവനായി എന്നെ അമ്മ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ മൂന്നാമത്തവനാണ്. എനിക്ക് എപ്പോഴും എനിക്ക് ഏത് വഴി പോയാലും അടിയാ, ഏത് വഴി പോയാലും. ഇപ്പം ചേട്ടനെയൊക്കെ അടി കൊടുക്കാനായിട്ടൊക്കെ പിടിച്ചിങ്ങനെ എന്തെങ്കിലും ചേട്ടൻ കുറ്റമൊക്കെ ചെയ്യുമ്പോൾ ചേട്ടനെ ഇങ്ങനെ പിടിച്ച് അമ്മ പറയും, ഡാ ചെയ്യൂടാ, നിക്കറൊക്കെ ഇങ്ങനെ പിടിച്ച് ചെയ്യൂടാ ഇനി ചെയ്യുമോ? അപ്പൊ നമ്മൾ പറയും ഇപ്പം അവന് കിട്ടും, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അമ്മ അവനെ അടിക്കത്തില്ല. അമ്മ ഇനി ചെയ്താ മോനെ ഞാൻ നിന്നെ വെച്ചേക്കത്തില്ല എന്ന് പറയും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് അമ്മ എന്നിട്ട് ഈ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും, ഇങ്ങനെ ചൊറിഞ്ഞോണ്ട്. എന്നെ കാണുമ്പോ അമ്മ, നീ ഒറ്റ ഒരുത്തരാന്ന് പറഞ്ഞ രണ്ടടി, അയ്യോ ഇങ്ങനെയായിരുന്നു പണ്ട്. അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പ്രിയമുള്ളവരെ, എന്നെ എന്തിനാ എടുത്തിട്ട് അടിച്ചെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, ഒരു കാര്യമില്ലാത്ത അടി. പ്രിയമുള്ളവർ, ഇപ്പൊ ഞാൻ ഈ അൾത്താരെ നിൽക്കുമ്പോൾ ഓർക്കും, ഈ അടി അന്ന് എനിക്ക് കിട്ടണമായിരുന്നെന്ന്. അന്ന് ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടോ. പ്രൈസ് ദി ലോർഡ് കേട്ടോ സ്നേഹമുള്ളവരെ. അപ്പം നമ്മുടെ അമ്മയും അപ്പനും ഒന്നും അടിക്കുന്നൊന്നും തെറ്റിയിട്ടേ ഒന്നുമില്ല. അപ്പം എങ്ങനെ അടിക്കണോ? ചില അപ്പന്മാരൊക്കെ ഉണ്ടെന്നേ, ഈ ബെൽറ്റൊക്കെ ഒരു ചില കുഞ്ഞുങ്ങളെ അടിക്കുക. പ്രത്യേകിച്ച് പ്രിയമുള്ളവർ, നിങ്ങൾ ഓർക്കണം, ഒരു 15-16 വയസ്സ് ഞാൻ ഒരു ആൺകുട്ടി അടിക്കുമ്പോൾ അവൻ അടികൊള്ളുന്ന ഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നിൽക്കും മിണ്ടാതെ. നമുക്ക് അവൻ്റെ ദേഹത്തല്ലേ കൊള്ളുന്നതെന്ന് നമുക്ക് തോന്നും. അവനാ നിന്നിട്ടെടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം, ഈ സാധനം ഞാൻ കാണിച്ചു തരാടാ, കാണിച്ചു തരാം, നീ അടി എന്നെ, നീ അടി. അതാ തൻ്റെ മക്കൾ തന്നോളം എത്തിയാൽ താനെന്ന് വിളിക്കണമെന്ന് പറയുന്നത്. ഒരു 15 വയസ്സിന് ശേഷം മേളിലുള്ള മക്കളെ അടിക്കാൻ എടുക്കുമ്പം വടി എടുക്കുകയും ചെയ്യാലോ, ഇവിടെ വാടാ ഇങ്ങനെ വേണം. അപ്പൊ അമ്മ, എനിക്ക് 15 വയസ്സായി, 15 വയസ്സായിട്ട് ഇവിടെ വരാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വിളിച്ചു നോക്കേ. എൻ്റെ അപ്പന്മാരോട് പറയാം പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ പാവം കേട്ടോ. നമ്മൾ നടി ഈ കമ്പവലയ്ക്കൊക്കെ പോയി അല്ലെങ്കിൽ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് നീ ആ കൈയൊക്കെ എടുത്തിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ തീർന്നവൻ പാവത്തിനെ. ഇന്നലെ മെനഞ്ഞാന്നൊരു വാട്സപ്പിൽ ഒരു തള്ള ഒരു കൊച്ചിനെ എടുത്തിട്ട് ഇങ്ങനെ ചവിട്ടുന്നേ, അതിന്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ കുത്തി പിടിക്കുന്നു. ഇതൊക്കെ എന്തിനടാ ഇതൊക്കെ കൊച്ചിനെ ഉണ്ടാക്കിയത്? നോക്കാനറിയത്തില്ലെങ്കിൽ പ്ലീസ്. ഈ കുഞ്ഞുങ്ങളൊക്കെ പാവങ്ങളാ. ഇന്ന് വീട്ടിൽ ചെന്നിട്ടേ 40 വയസ്സാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു നോക്കെ, കരയും അവൻ, അവള് കരയും. അതുകൊണ്ട് വടിയെടുത്തടിക്കാം. അടിച്ചെന്ന് വെച്ചവൻ മരിച്ചു പോകത്തില്ല. പക്ഷേ ഈ അടി വരുമ്പോൾ അവന്റെ ജീവനെ നീ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുക ചെയ്യുന്നത്, അവനൊരു കുഴി പോകാതെ രക്ഷിക്കുക ചെയ്യുന്നത്. വീട്ടിൽ എൻ്റെ അപ്പൻ അടിക്കും. ഞാൻ പറഞ്ഞില്ല, ഇളയവന്റെ കാര്യം പറഞ്ഞു വന്നത്. ഇളയവന് വീട്ടിൽ മൂത്തവനെ വിളിക്കുമ്പോഴത്തേക്ക് ഈ ഇളയവൻ എന്ത് ചെയ്യും? ഓടി, ദൈവമേ അങ്ങനെ ഇടങ്ങേറായത്, ഓടി രക്ഷപ്പെട്ട് എവിടെങ്കിലുമൊക്കെ പോയി ഡൈനിങ് ടേബിളിന്റെ അടിയിലൊക്കെ പോയിരിക്കും. അപ്പൊ സത്യത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഞാനും വീട്ടിൽ മക്കളെ അടിക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഈ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് 1-2 കൊട്ട കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് ആക്ഷനാണ് കാണിക്കുന്നത്? എന്തിയടാ വടി, എന്തിയടാ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ദൈവടാ പപ്പ ആകെ വയലന്റ് ആയിടാന്നൊക്കെ പറഞ്ഞ് ബഹളമാക്കും. മതി, ഇത് മതി, ഈ പ്രായത്തിൽ ഇതാ ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷനെ കാണിച്ച് നിന്നെ നോക്കണം, എന്തിയാ പിച്ചാത്തി എന്ത് ഇവിടെ ഇരുന്നല്ല കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം കാണിച്ചാൽ മതി. നമ്മുടെ മക്കള് അമ്മേ ഇനി ചെയ്യത്തില്ല ഉറപ്പാ, ചെയ്യത്തില്ലല്ലോ, ഇനി തീർന്നു. അവൻ തീരുമാനം എടുക്കുക. എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല, എൻ്റെ അപ്പനത് ഇഷ്ടമല്ല കേട്ടോ. വചനം പറയുന്നു, സുഭാഷിതങ്ങൾ 13:27 പറഞ്ഞു, സ്നേഹമുള്ള പിതാവ് മകന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. ഓർക്കണേ, ആൺകുട്ടികളെ കുറിച്ചാണ്. അപ്പന്മാര്, സ്നേഹമുള്ള പിതാവ് മകനെ ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നത്.
ഇത് പല അമ്മമാർക്കും അങ്ങോട്ട് ഒക്കത്തില്ല ഈ സാധനം. നിങ്ങളെന്തോ ഏത് സമയം ചെറുക്കൻ്റെ നേരെ ഇങ്ങോട്ട്, നിങ്ങൾ പെണ്ണിനെ വല്ലതും പറയാതെ എന്താ? ഈ നാട്ടിലുണ്ടോ അങ്ങനെ? ഉണ്ട്. നിങ്ങൾ ഏത് സമയം ചെറുക്കൻ്റെ നേരെയാണല്ലോ. ഈ അമ്മമാർക്ക് ചെറുക്കന്മാരെ തൊട്ടാ ഭയങ്കര വേദനയാണ്. പെണ്ണിനെ എന്താണോ നിങ്ങൾ ചെയ്തു, അവളെന്തെല്ലാം കാണിക്കുന്നു ഇവിടെ മെനകേട്. അവളെ തോന്നിയ കണക്കല്ല നിങ്ങൾ കൂട്ടിക്കല്ലേ. ഇവനും കാണിച്ചിട്ട് ഇവൻ എന്തോ ചെയ്യുന്നു, എൻ്റെ കൊച്ചു എന്തോ ചെയ്തെന്ന് നിങ്ങൾ പറയുന്നത്. എപ്പോഴും ഓർക്കണം പ്രിയമുള്ളവരെ, ആൺമക്കളെ വളർത്താൻ അപ്പന്മാരെ കയ്യിലേൽപ്പിക്കണം. ഈ അപ്പൻ അറിയാം ഇവൻ്റെ തനി ഗുണം എന്തുവെന്ന്. കാരണം അങ്ങനെ അതിലൂടെയൊക്കെ കയറി വന്നതാ. ഇതിൻ്റെ അപ്പുറത്തായിരുന്നു അങ്ങേര് കേട്ടോ. ആൺമക്കളെ വളർത്താൻ അപ്പന്മാരെ ഏൽപ്പിക്കണം. എന്തായാലും പ്രത്യേകം എന്താ പറയുക, ഇപ്പം അമ്മയടുത്ത് വന്ന് മകൻ ചോദിക്കാം, അമ്മ നാളെ സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, 1000 രൂപ അടയ്ക്കണം, നാളെ പൈസ വന്നേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് 1000 രൂപ? ഞാൻ ഇവിടെ എടുത്ത് പോരാ, നീ എന്ത് പപ്പാടത്ത് ഇത് വരും, എന്നെ കൊണ്ടൊന്നും മയ്യ അങ്ങനെ ചോദിക്കാനും ഞാൻ ചോദിക്കത്തൊന്നുമില്ല, നിങ്ങൾ ചോദിച്ചാൽ മതി ഇല്ലേ. നമ്മുടെ മക്കള് നമ്മുടെ അടുത്തല്ലേ വന്ന് പൈസ ചോദിക്കും സ്കൂളിലൊക്കെ പറഞ്ഞ്. അപ്പം നമ്മളിപ്പോൾ നിർബന്ധത്തോടെ പറഞ്ഞു, ഇല്ല ഞാൻ ചോദിക്കത്തില്ല മോനെ, നീ നിന്റെ പപ്പാടത്ത് നിന്ന് വരും, എന്നെ കൊണ്ടൊന്നും വയ്യ അങ്ങനെ വായിരിക്കുന്ന കേൾക്കാനൊന്നും എന്ന് പറഞ്ഞെന്ന് വെച്ചോ. ഇവൻ അവസാനം ഗതിയായിട്ട് 1000 രൂപയല്ലേ ചോദിച്ചത്. ഇവൻ ഗതിയായിട്ട് അപ്പൻ്റെ അടുത്ത് നിന്നില്ല, അപ്പാ നാളെ എനിക്ക് കോളേജിൽ പൈസ അടയ്ക്കണം പ്രോജക്റ്റിന്റെ. എത്ര രൂപടാ? 780 രൂപ. അമ്മയടുത്ത് എത്ര പറഞ്ഞത്? 1000. എത്ര രൂപടാ എന്ന് ഒറ്റ ചോദ്യം മതി. എത്ര രൂപടാ അടയ്ക്കണ്ടേ? 780 രൂപ. 780 രൂപ അല്ല 500 രൂപ. 500 രൂപ കൊടുത്താൽ മതി. എത്ര ആയിരുന്നപ്പോ യഥാർത്ഥത്തിൽ ഉള്ളത്? തള്ള കൊടുത്തായിരുന്നു എത്ര കൊടുത്തേനെ? 1000 രൂപ. ഇതങ്ങ് അവരെ ഏപ്പീര് കുറച്ച് പൈസയെങ്കിലും മിച്ചം പിടിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എത്ര രൂപ കൊണ്ടുവന്നറിയ ഈ മക്കള്. നമ്മൾ പിന്നെ ഈ 1000 രൂപയും കൊടുക്കും, അവന് 50 രൂപ നീ വരുന്ന വഴിക്ക് ഷാർജ ജ്യൂസ് വാങ്ങിച്ചു കൂടി അതും കൊടുക്കും. അല്ലെങ്കിൽ വരുന്ന വഴിക്ക് മറ്റേ രാമായണന്റെ കടയിൽ നിന്ന് ബറോട്ട ഇറച്ചി വാങ്ങിച്ചു തിരിഞ്ഞു. നമുക്കങ്ങ് ഒഴുകുക വാത്സല്യം ചെയ്യല്ലേ. അപ്പന്മാർ ആൺമക്കളെ വളർത്താൻ ജാഗരൂകത കാട്ടുന്നു. അതുകൊണ്ട് പരമാവധി ആൺമക്കളെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ചെന്ന്, ഒരു പക്ഷെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിടക്കുന്ന പോലെ ഇതിന്റെ ഇടയ്ക്ക് ഈ കാരണം കൊണ്ടാ. ചിലപ്പോ നീ എന്നെ ഭരിക്കാൻ പറ്റില്ലേ, ഇപ്പന്മാരെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം, ഇത് പറയും ഭർത്താവ്. ഇത് റോളാ ഭർത്താവിന്റെ, അത് കയറി പിടിച്ചു കളയരുത് കേട്ടോ. അപ്പം അടുത്തത് 1 സാമുവേൽ 3:36 പറയുന്നു, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാത്തത് മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് പറയുന്നു. ലേവി കുടുംബത്തിന്റെ കഥ പറയാം. ഈ മക്കൾ വീട്ടിൽ ദൈവദൂഷണം പറയുവോ? പറ. ദൈവത്തിന് എതിരായിട്ട് എങ്ങനെയാ പറയുന്നേ? ബിഷപ്പിനെ കുറ്റം പറയുന്നുണ്ടോ? അച്ഛന്മാരെ കുറ്റം പറയുന്നുണ്ടോ? സിസ്റ്റേഴ്സിനെ കുറ്റം പറയുന്നുണ്ടോ? അപ്പം ലേവി കുടുംബത്തിനെ 7 തലമുറകൾ വരെ ശിക്ഷാവിധിക്കുന്ന ആക്കിയ കാര്യം അത് മക്കൾ ദൈവദൂഷണം പറഞ്ഞതിന്റെ പേര് മാത്രം. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കള് ആരെങ്കിലും ദൈവത്തിനെതിരെയോ പുരോഹിതനെതിരെയോ സിസ്റ്റേഴ്സിനെതിരെയോ ബിഷപ്പിനെതിരെയോ പിന്നെ അല്ലെങ്കിൽ സഭാതലവനെതിരെയോ ഒക്കെ പറയുന്നതിൽ ഓടിച്ചെന്ന് നിങ്ങൾ ആ നാക്കിലൊരു കുരിശ് വരച്ചു കൊടുത്തേക്കണം. മക്കളെ പറയല്ലേടാ, അങ്ങനെ പറയല്ലേടാ മക്കളെ. 10 തവണ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കേ, പിന്നെ അവര് പറയില്ല. മക്കളെ പറയില്ലടാ, നീ കണ്ടായിരുന്നോ അച്ഛൻ അങ്ങനെ ചെയ്യുന്നേ? നീ കണ്ടായിരുന്നോ സിസ്റ്റർ അങ്ങനെ പോയത്? പ്ലീസ്, നിങ്ങൾ എപ്പോ പറഞ്ഞാൽ മീൻ കട്ട് ചെയ്തോണ്ട് വെട്ടിക്കൊണ്ടിരിക്കണേ ആ കൈയോട് കൂടി ചെന്ന് കുരിശങ്ങ് വരച്ചു കൊടുത്ത നാക്കില്. മക്കളെ പറയില്ലടാ, അങ്ങനെ പറയല്ലേ. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ പല അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾക്ക് കാരണം ഈ ദൈവത്തിന്റെ അഭിഷിക്തരെ തൊട്ടുപോയതിന്റെ പേരിലുള്ള ചില അനുഗ്രഹങ്ങൾ കിട്ടാതെ കിടപ്പുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തരെ പള്ളു പറഞ്ഞതിന്റെ പേരിൽ, തെറി പറഞ്ഞതിന്റെ പേരിൽ അനുഗ്രഹങ്ങൾ വീട്ടിനകത്തോട്ട് കയറില്ല, ആ മുമ്പിൽ കൂടെ ഒഴുകി അങ്ങ് പോകും. ഇതിനകത്തോട്ട് കയറത്തില്ല. ചിന്തിക്കണം, കുമ്പസരിക്കണം. ഏതെങ്കിലും അച്ഛന്മാരെ പൊങ്കാലയിട്ടിട്ടുണ്ടെങ്കിൽ, ഈ കോയിവിള നാട്ടിൽ ഈ ഇടവകയിൽ ഏതെങ്കിലും അച്ഛന്മാർ വന്നിട്ട് കരഞ്ഞിട്ട് പോയിട്ടുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചണം കേട്ടോ. മനുഷ്യരല്ലേ, ഒരേ സമയം ദൈവിക ഭാവത്തിലും മാനുഷിക ഭാവത്തിലും ഇരിക്കുന്നതെന്നാണ് പറയുക. നമ്മക്കൊക്കെ സങ്കടം പറയാൻ ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ചില അച്ഛന്മാരുടെയൊക്കെ കൂടെ ജീവിക്കുന്നുണ്ട്. പലപ്പോഴും ഒക്കെ അറിയാറുണ്ട്. അവർ ഭക്ഷണം പോലും നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഒരു ഇത്തിരി ചൂട് പറഞ്ഞാൽ നമ്മൾ അപ്പന്മാര് എന്തെല്ലാം ബഹളം ഉണ്ടാക്കും വീട്ടിൽ. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം രാവിലെ 10 മണിക്ക് കൊണ്ടുവയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ കിട്ടും. എല്ലാ അച്ഛന്മാർക്കും ഡയബറ്റിക്കും പ്രഷറും ഷുഗറും എല്ലാം കൊണ്ട് രോഗികളാണ് നമ്മുടെ അച്ഛന്മാര്.
കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുമോ? കല്യാണം നടന്നിട്ട്, അടിയന്തരം നടന്നിട്ട് പാരിഷ് ഹാളിൽ നിന്ന് ചോറ് കാത്തിരിക്കുന്ന അച്ഛന്മാരുണ്ട് നമ്മുടെ കൊല്ലം രൂപതയില്. അവരൂടെയൊക്കെ ഇങ്ങനെ കുറെ നടക്കുന്നുണ്ട് കാണുന്ന ഇതൊക്കെ കേട്ടോ. എന്നാൽ ഇതൊക്കെ കിട്ടുന്ന അച്ഛന്മാരും ഉണ്ട്, നല്ലതുപോലെ. കിട്ടാത്ത പുരോഹിതരും ഉണ്ട് പ്രിയമുള്ളവരെ. ചില അച്ഛന്മാരൊക്കെ ഉണ്ട് രാത്രി ഇങ്ങനെ ആ പള്ളിയുടെ ചെറിയ വാതിൽ തോന്നിട്ട് ഈ ആൾക്കാരുടെ ബാക്കി വന്നു നിലവിളിക്കും. ഒരു 3 വർഷത്തേക്കോ 4 വർഷത്തേക്കൊക്കെ ഒരു നാട്ടിലോട്ട് വരുന്നയാടെ അവരെ എത്രയും സന്തോഷിപ്പിച്ച് വിടാം, അങ്ങനെ വിട്ടേക്കണം. ഈ ഏത് നാട്ടിൽ ചെന്നാലും കുറെ വിഭാഗമൊക്കെ കാണും. ഈ അച്ഛന്റെ കൂടെ 10 പേര്, മറ്റേ അച്ഛന്റെ കൂടെ 10 പേര്, അതെല്ലാം നാട്ടിലും ഉള്ളതാന്നേ. ആദ്യം അച്ഛൻ വരുന്ന ആരാണ് ആദ്യം വരുന്നത് അവരോടൊക്കെ അങ്ങ് സംസാരിക്കും. ഉടനെ പറയും അച്ഛൻ അവരുടെ ആളാണ്. നല്ല അച്ഛൻ എല്ലാവരോടും സംസാരിക്കും. പ്ലീസ്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ മക്കളുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് അതൊക്കെ അവരെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കണം, അവരെ കൊണ്ട് കുമ്പസരിപ്പിക്കണം കേട്ടോ. കാരണം ഈ പൗരോഹിത്യം എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുതെന്ന് ദൈവം പറഞ്ഞ അതുകൊണ്ടാ. എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുതെന്ന് ദൈവം ആവശ്യപ്പെട്ട അതുകൊണ്ടാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അപ്പം എൻ്റെ മക്കള് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പപ്പ ഇത്തിരി ആക്റ്റീവ് ആണെങ്കിൽ അച്ഛന്മാരാരെങ്കിലും വിളിക്കണമെന്ന്. അതായത് ഞാൻ ആക്റ്റീവ് ആകണമെങ്കിൽ, ഞാൻ ചില വീട്ടിലവിടെ എപ്പോഴും കിടക്കണമെങ്കിൽ, അപ്പോൾ അവർ പറയുന്നത് പപ്പ ഏത് രാത്രിയിൽ ഏതൊരു അച്ഛൻ വിളിച്ചാലും ഞങ്ങൾക്ക് പപ്പയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ഈ വിളിച്ച് അച്ഛൻ പപ്പയുടെ സംസാരിക്കുന്ന ഒരു അച്ഛനായിരിക്കും എന്ന്. കാരണം അവർ പറയുന്നത് എൻ്റെ മുഖവും എല്ലാം അങ്ങ് മാറുന്ന. പ്രിയമുള്ള, ഈ അഭിഷേകത്തിൻ്റെയൊക്കെ കൂടെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് കൃപയല്ലേ അല്ലേ? നമുക്കല്ലാതെ സ്വന്തമായിട്ട് ശക്തിയൊന്നും ഇല്ലെന്ന് ഇവർ വളർത്തുന്നതല്ലേ നമ്മളെ ദൈവജനമായിട്ട്. ഇപ്പൊ ഇന്നലെ അച്ഛൻ പറഞ്ഞു 5 വർഷം 6 വർഷമൊക്കെ ഒരു റോമിൽ പോയി ഡോക്ടറേറ്റ് കിട്ടിയ അച്ഛന്മാരെ നമ്മുടെ കൂടെയൊക്കെ ഇരിക്കുന്നേ. അവർ നമ്മള് ദൈവവചനം പറയാൻ സമ്മതിക്കുക. ഇതിനൊക്കെ വലിയ മനസ്സ് വേണം പ്രിയമുള്ളവരെ, അത് നമ്മൾ കാണണം. നമ്മൾ ഈ പള്ളി സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം അടിയിടുന്നവരാ. പള്ളിയിൽ ആള് കാണിക്കണം. പ്രിയമുള്ള, ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പോ, ശുശ്രൂഷയിലേക്ക് പോ. പള്ളിയിൽ ആള് കാണിക്കാനായിട്ട് മത്സരിക്കാതെ ശുശ്രൂഷയിലേക്ക് പോ. ഇതെല്ലാം ദൈവിക ശുശ്രൂഷയാണെന്ന് തിരിച്ചറിഞ്ഞുണ്ടല്ലോ കർത്താവ്, എന്റെ ഒരു നോട്ടീസിലും എന്റെ പേര് വരരുത് എന്ന് വാശി പിടിക്കണം. കർത്താവ്, ഇവിടുത്തെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ മുകളിലത്തെ പുസ്തകത്തിൽ പേര് കാണരുത് അല്ലേ? ഇവിടുത്തെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ മുകളിലത്തെ പുസ്തകത്തിൽ പേര് കാണത്തില്ല. പക്ഷെ ഇവിടുത്തെ പുസ്തകത്തിൽ പേര് വേണ്ട, ഇവിടുത്തെ ഒരു നോട്ടീസിലും പേര് വേണ്ട. ഞങ്ങളുടെ ധ്യാനത്തിന് നിങ്ങൾ എന്തെങ്കിലും അച്ഛന്മാരുടെ ആരുടെയെങ്കിലും പേര് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ വെക്കില്ലത്. ഞങ്ങളുടെ ആരുടെയെങ്കിലും ഫോട്ടോ ഇവിടെ ഫ്ലെക്സിനകത്ത് വെച്ചോ? സമ്മതിക്കില്ല. ധ്യാനത്തിന് പോകുമ്പോൾ എല്ലായിടത്തും ചോദിക്കും നിങ്ങളുടെ ബ്രദേഴ്സിന്റെ അച്ഛന്മാരുടെ ഫോട്ടോ തരാൻ. കൊടുക്കില്ല. ഞങ്ങളല്ല മഹത്വപ്പെടേണ്ടത്, ഇവന്റെ പേരാ തെളിയണ്ടേ. ഞങ്ങളുടെ പേരൊന്നും ഒരു നാട്ടുകാരിവിടെ പറയണ്ട, കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ മതി. 5 ദിവസം ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ 5 ദിവസം ഒരു ദൈവാനുഭവം കിട്ടിയെന്ന്. ആ ധ്യാനിപ്പിച്ച ആൾക്കാരുടെ ഞങ്ങളുടെ ആരുടെയും പേര് നിങ്ങൾ പറയാൻ പാടില്ല. ഇതാ വിശ്വാസി പ്രിയമുള്ളവർ. അതുകൊണ്ട് ലിറ്റർജിക്കൽ ആരാധനാക്രമത്തിൽ നിങ്ങൾ ഈ ദേവാലയത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കല്ലേ, യുദ്ധം ചെയ്യല്ലേ, അതിന്റെ പേര് അടിയിടല്ലേ. കാരണം ദൈവിക ആരാധനയുടെ ഭാഗമാക്കുക, അവിടെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്. അജപാലന സമിതി സന്തമേശയൊക്കെ നടക്കുമ്പം ഇടവകച്ചൻ മെസ്സേജ് അയക്കുക ഞങ്ങളെപ്പോലുള്ളവർക്ക്, വേറെ പ്രാർത്ഥിക്കണേ, പിന്നെ പള്ളി കമ്മിറ്റിയിലോട്ട് കയറാൻ പോവാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കേ, ദൈവത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു കമ്മിറ്റി കൂടുമ്പം ആ ഇടവകച്ചൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നു, ഞാൻ കമ്മിറ്റി ഇത്ര മണി വരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ അടി നടക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? പ്ലീസ്, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഒറ്റ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടേ. നമുക്കെല്ലാം വ്യക്തിപരമായ ഓരോ രാഷ്ട്രീയങ്ങളുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം. ഏത് ദൈവത്തെ വിശ്വസിക്കാം എന്ന് പറയുന്ന കണക്കിന് ഏത് രാഷ്ട്രീയത്തെ വിശ്വസിക്കാം എന്നുള്ളത്. പക്ഷേ ദൈവത്തിന്റെ ആരാധനയിലേക്ക് ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ കുടുംബം കിടന്ന് നീറുവന്നേ. അനേകരുടെ ജീവിതം കണ്ടിട്ടുള്ളവരാ ഞങ്ങള്, അങ്ങനെ ചെയ്തവരൊക്കെ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കതുകൊണ്ട് ക്രിസ്തുവിന്റെ ഒരു രാഷ്ട്രീയം മതി. ഇവിടെ ദേവാലയ ശുശ്രൂഷയ്ക്ക് ക്രിസ്തുവിന്റെ രാഷ്ട്രീയം മതി. എന്ത് രസമാ.
ഈ കമ്മിറ്റികൾ നമ്മൾ എന്തിനാ വെക്കുന്നത്? ചർച്ച നിൽക്കാം. ഒരാൾ പറയും അച്ഛാ അത് നടത്തുന്നത് ശരിയല്ല, അങ്ങനെയൊക്കെ പറയണം. അപ്പൊ അച്ഛൻ പറ ശരി, ആ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, അത് നമുക്കൊന്ന് പഠിക്കണം. അച്ഛാ മറ്റേത് നമുക്ക് നടത്താം കേട്ടോ, അത് കൊള്ളാം, അത് ശരിയാ. ഇങ്ങനെ ചർച്ചയ്ക്കാണ് ദൈവജനത്തെ വിളിക്കുന്നത്, അല്ലാതെ ഇല്ലാതാകാനല്ല, പള്ളിയിൽ ഒരു നന്മയും നടക്കാതിരിക്കാനല്ല, എല്ലാം നടത്താനാ. ഈ 4 വർഷത്തേക്കേ ഉള്ളൂ ഈ മനുഷ്യൻ മാക്സിമം. 4 വർഷം കഴിഞ്ഞ് ഈ മനുഷ്യനെ ഇവിടുന്ന് അങ്ങ് എടുത്ത് കളയും, വേറെ സ്ഥലത്തോട്ട് പോ. അത് ഇവിടെയായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷെ ആ 4 വർഷം ഇവര് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ നോക്കും. പക്ഷെ സഹകരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ പേര് കേൾക്കും, അച്ഛൻ അവരെ മാത്രമേ വേണ്ടുള്ളൂ. അച്ഛന് സഹായം ചെയ്യുന്ന കുറെ ചില ചോറ് എടുത്തോട്ട് കൊടുക്കുന്ന ആരെങ്കിലും കാണും, വെള്ളം എടുത്തോട്ട്. പക്ഷെ അവരാരും അവരുടെ ഭാഗക്കാരൊന്നുമില്ല. അവരൊക്കെ ഓരോ ശുശ്രൂഷകൾ ചെയ്യാ. പ്രിയമുള്ളവരെ, ശുശ്രൂഷകളെ നമുക്കെന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്കെന്തുകൊണ്ട് ചോറെടുക്കാൻ പറ്റുന്നില്ല? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ലേവി കുടുംബത്തിന് സംഭവിച്ചത് നമ്മുടെ കുടുംബത്തിന് സംഭവിക്കരുത്. ഒരു പുരോഹിതന്റെയും ഒരു സന്യസ്തരുടെയും കണ്ണുനീര് നമ്മുടെ കുടുംബത്തിന്റെ മേലോ മക്കളുടെ മേലോ ഉണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയാണ് സുഭാഷിതം 29:15, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തുന്നു. കേൾക്കണേ, ചില മക്കൾ അമ്മയ്ക്ക് പേരുദോഷം കേൾപ്പിക്കും. അമ്മയ്ക്ക് വിളി കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയത്തില്ലേ? ഇല്ലേ? നമ്മുടെ നാട്ടിലെ പറയത്തില്ല, സാധാരണ നാട്ടുഭാഷ, അമ്മയ്ക്ക് വിളിപ്പിക്കാടാ നീ, തള്ളയ്ക്ക് വിളിപ്പിക്കാതെ നീ എന്ന് പറയാറില്ലേ? ആ വചനം അത് എങ്ങനെയുള്ള കുട്ടികളായി ഈ അമ്മയുടെ പേര് കളയുന്നേ? തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയുടെ പേര് കളങ്കപ്പെടുത്തിയിരിക്കും, ഉറപ്പാ. നിങ്ങളുടെ മക്കളെ തോന്നിയ കണക്ക് വിട്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? തന്നിഷ്ടത്തിനാണോ വിട്ടിരിക്കുന്നത്? ഞാൻ ഇന്നോടെ പോയിട്ടേ വരത്തുള്ളൂ. മോളെ ഇന്ന് പോകേണ്ടത്, ഞാൻ ഇന്ന് അവിടെ വൈകുന്നേരം പ്രാർത്ഥന കുടുംബ കൂട്ടായ്മ ഉള്ളതല്ലേ, നീ ഇന്ന് പോകണ്ട, നാളെ എനിക്ക് വൈകിട്ട് കുടുംബ കൂട്ടായ്മ എന്നും പറഞ്ഞേ എന്ന് പറയുന്നെങ്കിൽ ഓർത്തോണം, അത് തന്നിഷ്ടത്തിന് നിൽക്കുന്ന കുട്ടിയാ. ആ വ്യക്തി വളർത്തുദോഷമെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും എന്നാണ് വചനം പറയുന്നത്. ആ തള്ളയെ കൊണ്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ആ പെണ്ണിങ്ങനെ ഇറങ്ങുമായിരുന്നു, അല്ലെങ്കിൽ ആ ചെറുക്ക ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ ഈ പറയുന്ന എല്ലാം വചനമാണേ, ഞാനല്ല പറയുന്നത്, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. തന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയുടെ പേര് അമ്മയ്ക്ക് അപമാനം വരുത്തി വെക്കുന്നു, അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാതാക്കി കളയും. ഈ പെണ്ണിനെ കാരണം, ഈ ചെറുക്കനെ കാരണം അമ്മയെ പുറത്തിറങ്ങാൻ പറ്റാത്ത ആക്കി കളയും. വീണ്ടും പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന വചനഭാഗമുണ്ട്, പ്രഭാഷകൻ 26:10, ദുശാഠ്യക്കാരിയായ പുത്രിയെ കർക്കശമായിട്ട് നിയന്ത്രിക്കുക. ചില പെങ്കൊച്ചുങ്ങളുണ്ട്, എനിക്ക് വേണം, ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയി, ഇപ്പൊ കയറി ചാടും, ഇപ്പൊ ഞാൻ കയറി പോയി ചാടുമല്ലോ എന്നൊക്കെ പറഞ്ഞ ചില ദുശാഠ്യക്കാരികളായ പെൺകുട്ടികളുണ്ടെന്ന്. അവരെ കർക്കശമായിട്ട് നിയന്ത്രിക്കണമെന്നാണേ, കർക്കശമായിട്ട്. മോളെ നീ എന്തൊക്കെ ഇവിടെ കിടന്ന് ചാടിയാലും മോളെ ഇതേ ഉള്ളൂ കേട്ടോ, ഞാൻ ഇപ്പൊ പോയി ചാവും, ചത്ത എന്നെ കൊണ്ട് കുഴിച്ചിടും, ഇവിടെ കല്ലറയൊക്കെ എടുത്തിട്ടുണ്ട്, ഇവിടെ തീരും. നമ്മുടെയൊക്കെ അമ്മമാരങ്ങനെ സംസാരിച്ചേ അല്ലേ? നമ്മൾ ചാവെന്ന് പറഞ്ഞപ്പോ നീ പോയി ചാവടാ എന്നല്ലേ പറയുന്നേ? ഇപ്പോഴത്തെ മക്കൾ പറഞ്ഞാല് അയ്യോ മോളെ അമ്മ വെറുതെ പറഞ്ഞാൽ അയ്യോ സോറി ഇടി പോകും. പിന്നെ എടാ നമ്മൾ അമ്മമാർ അങ്ങനെയല്ല പറഞ്ഞേ, ചത്ത ഇവിടെ ആരും 10 ദിവസം, ഞങ്ങൾ 5 ദിവസം കരയുമായിരിക്കും, അത് കഴിഞ്ഞാൽ തീരും, ഇത്രയേ ഉള്ളു. പക്ഷെ ഇന്ന് കാല് പിടിക്കുക, പ്രത്യേകിച്ച് എന്താ, ഒറ്റ മക്കൾ 2 മക്കളൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാന് ഈ നമ്മുടെ മക്കൾ നമുക്ക് പണി തരുന്ന രീതി ഉണ്ടേ. എനിക്ക് എൻ്റെ വീട്ടില് ഈ വീട് എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കണേ, നല്ല അടുക്കി പറക്കി നല്ല വൃത്തിയായിട്ട് കിടക്കണം, നല്ല പേപ്പറൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഞാൻ കോളേജിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പം വീട്ടിലേക്ക് വരുമ്പം അപ്പം സാധാരണഗതി ഞാൻ എൻ്റെ കാറിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ തന്നെ മക്കളെല്ലാം കൂടെ പപ്പ വരുന്നതാണെന്ന് പറഞ്ഞ് ഓടി വന്ന് ഇതെല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്ത് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കും. അപ്പോൾ ഈ മോളാണ് ഇത് റിപ്പോർട്ട് തരുന്നത്. അപ്പം ഞാൻ വന്ന് കയറുമ്പോൾ പറയും ഇവിടെ എല്ലാം വൃത്തിയായിട്ട് കിടക്കണം, നല്ല നീറ്റായിട്ട് കിടക്കുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ഇത് മോള് പറയും പപ്പാടെ കാറിൻ്റെ ഹോണടി ഇട്ടിട്ട് ഉമ്മാർ ഇപ്പം വൃത്തിയാക്കി ഇവിടെ എല്ലാം മോളാണ് ഇങ്ങനെ നമുക്ക് മൂട്ടി തരുന്നത്. അപ്പോൾ ഇവളത് പറയും. അങ്ങനെ ഒരു ദിവസം ഈ വീട്ടിൽ ഞാൻ പറയാം, എൻ്റെ മക്കളെ കൂടാതെ 10-25 കോഴി, കുറേ പ്രാവ്, ആട്, അണ്ണാൻ, തത്ത, ഇതെല്ലാം കുറേ ടാങ്ക് നിറയെ മീൻ, ഇതെല്ലാം എൻ്റെ മക്കളോടൊപ്പം ഉണ്ടേ. അപ്പോൾ ഇവന്മാർ രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ പുറകെയാണ് കുറേ നേരം. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തിനാണെന്നറിയാം ഇതിനെയൊക്കെ വളർത്തിയത്? പണ്ട് നമ്മുടെ മക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇതിലൂടെയൊക്കെ. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? പണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു അല്ലേ, കോഴി ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെയൊക്കെ പുറകിലൊരു ലോകമുണ്ട്. നമുക്കൊരു സങ്കടം വരുമ്പോൾ പോലും നമ്മൾ ആട്ടുംകൂടിയുടെ അടുത്തൊക്കെ പോയെന്ന് പറയാം, അപ്പൻ അടിച്ചാലും അമ്മ അടിച്ചാലും ഒക്കെ പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നേ. ഇന്ന് ഈ കുഞ്ഞിന് ആരുമില്ല, പോയി ചാവുന്ന അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു ദിവസം ഈ എൻ്റെ വീട്ടിലൊരു DVD പ്ലെയർ ഉണ്ടായിരുന്നേ, TV ഇത് കാണുന്നൊരു DVD പ്ലെയർ ഉണ്ടായിരുന്നു. ഇതെടുത്തോണ്ട്
അവിടെ വർക്ക് ചെയ്യത്തില്ല, ചീത്തയായിപ്പോയി. അപ്പം ഞാനിത് എന്ത് എടുത്തുകൊണ്ട് കോഴിക്കൂടിൻ്റെ മേളിൽ കൊണ്ടുപോയി വെച്ചു, കളഞ്ഞു. ഇവിടെ എല്ലാം കൂടെ വയറും വള്ളിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട്, വൃത്തികേടായിട്ടുള്ളത്. ഞാനത് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് തിരിച്ച് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വരുമ്പം ഈ എടുത്തോണ്ട് പോയി കളഞ്ഞ സാധനം വീണ്ടും TV-യുടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ മൊത്തം കുളമാക്കി വയറും കുന്തവും എല്ലാം കൂടെ കിടക്കുന്നു. എനിക്കെൻ്റെ ദേഷ്യം എല്ലാം കൂടെ കരുതുന്നത്. എനിക്ക് ദേഷ്യം വരാൻ പാടുണ്ടോ? പാടില്ലേ. ഞാൻ മനുഷ്യനല്ലേ, വരും, ദേഷ്യം വരും. അത് കൊള്ളാം. ഞാനൊരു അപ്പനും കൂടെ അല്ലേ. ഇതൊക്കെ വരണ്ട, ഇതൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യരാണെന്നേ. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഈ സ്പിരിച്വലായിട്ട് പറയുന്നവരൊന്നും ദേഷിക്കുന്നില്ല. ദേഷ്യം വേണം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യ വെച്ചിട്ട് വഴക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടിക്കേണ്ടതാണെങ്കിൽ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ നമുക്ക് വരണം. മനുഷ്യനാണ് നമ്മളൊക്കെ, ഇല്ലേ? നമ്മൾ നേരത്തെ പുരോഹിതന്മാരെ കുറിച്ച് പുരോഹിതന് ഇതൊന്നും ചെയ്യാൻ പാടില്ല. പുരോഹിത മനുഷ്യനാ. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അവർ നമുക്ക് വേണ്ടിയിട്ട് ആത്മീയ പാലകരല്ലേ. കുറവുകളില്ലാത്ത ഒറ്റ മനുഷ്യനെ ഉള്ളെന്നാണ് ബൈബിളിൽ പറയുന്നത്. അതിൻ്റെ പേര് ക്രിസ്തു എന്നാണെന്നാണ്. ബാക്കി എല്ലാ മനുഷ്യനും കുറവുണ്ട്, ബാക്കി എല്ലാവർക്കും കുറവുണ്ട്. പ്രിയമുള്ളവർ, അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ വാരി വലിച്ചിട്ടേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്തുവാ, ഞാൻ രാവിലെ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പോയി, ഇത് ആരെ എടുത്തിട്ടേ എന്ന് പറഞ്ഞ് നശിപ്പിച്ച് വെച്ചേക്കാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തോ, ഈ DVD പ്ലെയർ എടുത്ത് ഇങ്ങനെ നിലത്തോട്ടിട്ടൊരു ഒറ്റ ചവിട്ടങ്ങി ഔട്ടി. എൻ്റെ വൃത്തികെട്ട അപ്പൻ, എൻ്റെ ഉള്ളിലെ വൃത്തികെട്ട അപ്പൻ. ഞാനിതങ്ങോട്ട് ചവിട്ടിയ ഉടനെ എൻ്റെ മോൻ ഇങ്ങനെ ഓടി വന്നിട്ട്, അയ്യോ പപ്പ ചവിട്ടിയോ അത്. എന്നിട്ട് അവനിങ്ങനെ ഫിത്തി ചാരിയിട്ട് തളന്നങ്ങിരുന്നു. ഭാര്യ ഓടിക്കൊണ്ടങ്ങ് വന്നേ, അയ്യോ എന്തുവാ കാണിച്ചേ. മോനത് മൊത്തം എടുത്ത് ശരിയാക്കിയിട്ട് പപ്പയെ കേൾപ്പിക്കാൻ, പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാ, ആരെയും തൊടിയിക്കാതെ. ഇത് കേട്ടപ്പോ എൻ്റെ സർവനാടി എങ്ങനെ, എൻ്റെ കുഞ്ഞ് സ്വപ്നം കാണും ഇന്ന് വൈകിട്ട് ആരും തുടരുത്, പപ്പയെ വൈകിട്ട് വരുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തണം, പപ്പ കൊണ്ട് കളഞ്ഞല്ലേ കൊള്ളത്തിലെന്ന് പറഞ്ഞു. ഞാനത് കേൾപ്പിച്ചതും പപ്പ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകവൻ. അപ്പോഴാ ഈ നാറിയ അപ്പൻ വീട്ടിൽ വന്നിട്ട് കാണിച്ച വേല, ഇതെടുത്ത് നിലത്തൊട്ടൊരു ചവിട്ട്. പ്രിയമുള്ള, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് കരച്ചിൽ വരിക. ഞാൻ ഓടി ബെഡ്റൂമിൽ പോയിട്ട് ഞാൻ കിടന്ന് കരയുക. അപ്പോൾ ഉടനെ വൈഫ് ഓടി വന്നിട്ട് പറയും, എന്ത് ചുമ്മാ പിള്ളേരെ എന്തെങ്കിലും കാണിച്ചപ്പോൾ എന്തിനാ കിടന്ന് വിഷമിക്കുന്നത്, കുഴപ്പമില്ല വിട്ടേരെന്ന് പറയും. അപ്പോൾ എനിക്ക് പക്ഷെ താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പടി അവൻ്റെ സ്വപ്നമല്ലായിരുന്നു പപ്പ വരുമ്പോൾ അവനെ തോളത്ത് തട്ടുമെന്ന്. ഞാൻ എന്നിട്ട് എന്തുവാ കാണിച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മക്കളെ ആരെയും കാണുന്നില്ല. 5 എണ്ണവും ഫ്രണ്ടിൽ പോയി. ഞാൻ ചോദിച്ചു, എന്തിയുടെ 5 പേരും? അവർ ഫ്രണ്ട് അവിടെ സിറ്റൗട്ടിൽ പോയി ഇരിക്കുന്നു. ഈ ഇളയവൻ ഈ പറ്റിയവനെ പിടിച്ചുകൊണ്ട് പോയിരിക്കും. അവനത് തളർന്നു പോയിട്ടോ. അവൻ്റെ ഡ്രീം മൊത്തം പൊലിഞ്ഞില്ലേ, സ്വപ്നം മൊത്തം തകർന്നില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മോള് മുറിയിലോട്ട് കയറി വന്നേ, ഞാൻ കിടക്കുന്ന മുറിയിലോട്ട്. എന്നിട്ട് എന്നെ ഇങ്ങനെ ചെറഞ്ഞിങ്ങനെ നോക്കിയിട്ട് ഒരു ബുക്ക് എടുത്തോണ്ട് അങ്ങ് പോയേ കേട്ടോ. ഭയങ്കര ദേഷ്യത്തില്. കുറച്ചപ്പോൾ ഏറ്റവും ഇളയവനും അവനും വന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് അവനൊരു പേന എടുത്തോണ്ട് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞു, ഇവന്മാരെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യടേ അവര്? എനിക്ക് സങ്കടം സഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. കുറച്ച് കഴിഞ്ഞപ്പം ഇവന്മാർ 5 എണ്ണവും കൂടെ വന്നിട്ട് ഒരു ബുക്ക് എടുത്ത് എൻ്റെ നെഞ്ചത്തോട്ടൊരു ഏറ് കേട്ടോ. നോക്കിയപ്പം ആ ബുക്കിനകത്തൊരു പടം വരച്ച് വെച്ചിരിക്കുക. താടിയൊക്കെ വെച്ച് ഇൻഷർട്ടൊക്കെ ചെയ്തിട്ട് ഷൂ ഒക്കെ ഇട്ടൊരാള് കാലിങ്ങനെ വെച്ച് അതിൻ്റെ താഴെ DVD എന്ന് എഴുതിയേക്കുന്നു കേട്ടാ. DVD. അതിൻ്റെ ഇപ്പുറത്തൊരു പയ്യൻ ടൈയൊക്കെ കെട്ടി കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വീഴുന്നു. അതിങ്ങനെ കുളങ്ങണൊക്കെ അവിടെ കിടക്കുന്നു. എൻ്റെ പ്രിയമുള്ള ഒരു അപ്പൻ ഇതിൽ കൂടെ അത് പണി തരാൻ പറ്റുമോ മക്കൾക്ക്? ഇന്നും എൻ്റെ ഫോണിൽ ആ ഫോട്ടോ ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാനപ്പോൾ ഓടിച്ചെന്നിട്ട് എൻ്റെ മോൻ്റെ കാലയിലോട്ട് അങ്ങ് വീണേ. ഇത് ഉണ്ടാക്കി ഞാൻ പറഞ്ഞ മോനെ സോറിയിടാ മോനെ, പറ്റിപ്പോടാ പപ്പ അറിയത്തില്ലായിരുന്നോ മോനെ. ഞാനിങ്ങനെ സങ്കടപ്പെടുന്നുണ്ടപ്പോൾ ഇവൻ ഉടനെ എൻ്റെ തോളത്തിട്ട് പപ്പ ധൈര്യമായിട്ടില്ലപ്പോൾ അതിൻ്റെ ഒരു ഡയോഡ് മാറി അതിപ്പോൾ ശരിയാകുന്നത്. അവൻ നമ്മളെ വീണ്ടും ആശ്വസിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മക്കൾ ഒരു പാവമാന്നേ കേട്ടോ. അവരുടെയൊക്കെ കൂടെ പോയി ഇരിക്കണം. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു അരമണിക്കൂർ അവരുടെ കൂടെ ഇരിക്കണം, അവരെ കേൾക്കണം. ഒരു ലോകം പറയും പ്രിയമുള്ളവരെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെയാണോ പറഞ്ഞെന്നറിയത്തില്ല. ഞാനൊക്കെ എൻ്റെ മക്കളെ എടുത്ത് മാസത്തിലൊരിക്കൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പറയും, മക്കളെ പപ്പയുടെ ഭാഗത്ത് നിന്ന് ഈ മാസം വന്ന തെറ്റുകൾ എന്തൊക്കെയാന്ന്. വൈഫും ചോദിക്കും, മക്കളെ അമ്മയുടെ ഭാഗത്തു നിന്ന് നിങ്ങളെടുത്ത് കാണിച്ച തെറ്റുകൾ എന്തൊക്കെയാന്ന്. അപ്പോൾ ഇവർ പറയും, പപ്പ ഒരു വലിയൊരു നോട്ട് ബുക്ക് തന്നെ വേണമെന്ന്, അത് എഴുതി തരാൻ. അത്ര വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെടുത്ത് ചോദിക്കണം, അമ്മയെക്കുറിച്ച് മോൻ്റെ അഭിപ്രായം എന്താന്ന്. അപ്പോൾ അവൻ പറയും, വളരെ മോശം 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 പറയും. ഇവിടേക്കുന്ന ഓരോ അപ്പന്മാരും ചെന്ന് മക്കളെടുത്ത് വെക്കണം, മോനെ പപ്പായെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തോടാ? പറയാതിരിക്കുന്ന അപ്പം നല്ലത് എന്നേ പറയത്തുള്ളൂ ആദ്യം. ഇത് നമുക്ക് കറക്റ്റ് ചെയ്യണ്ടേ? ഇത് ഓരോ മാസവും ചോദിച്ചോണ്ടല്ലോ പിറ്റേ മാസം നമ്മൾ കുറച്ചുകൂടെ മേളിലാവും. അത് ചെയ്യാതിരിക്കും.
ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും, ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ ചോദിച്ചു മോൻ്റെ വെച്ചിട്ടാ, മൂത്തവൻ്റെ വെച്ചിട്ടാ, എന്താണ് ഈ കഴിഞ്ഞ എന്താണ് പപ്പ കഴിഞ്ഞ പപ്പായി 17-ാം തീയതി അന്ന് വീട്ടിൽ പപ്പായുടെ അടുത്ത് 2-3 പേരൊക്കെ കാണാൻ വന്നപ്പോഴേ പപ്പ ഒരു ഉദാഹരണം എന്നെ വെച്ച് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് ഓർമ്മ വന്ന ആ സാധനം. അതിൻ്റെ അവസാനം പപ്പ അത് പറഞ്ഞു നിർത്തുമ്പം എനിക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമല്ലേ അത്? മോനെ സോറി അല്ല, ഞാൻ പപ്പയെന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അന്ന് പപ്പ പക്ഷെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പം എൻ്റെ ഭാഗത്ത് നെഗറ്റീവ് സൈഡാണ്. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരായിരിക്കും പ്രിയമുള്ളവർ. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരായിരിക്കും. സമയം കിട്ടി അവർ നമ്മളെ വിൽക്കും. നിങ്ങളെന്ന് ഓർത്തൊക്കെ നിങ്ങളുടെ അപ്പനും അമ്മയും കാട്ടി നിങ്ങൾ ബുദ്ധിമാന്മാരല്ലേ? അല്ലേ? എന്തോരം പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ആ പാവങ്ങളെ. ഇപ്പൊ ചിരിക്കുന്നത് വിടരുത്. പറ്റിച്ചെന്ന് പറയുമ്പോൾ ഈ കൊച്ചുങ്ങളുള്ളതിന്റെ രസം അതാന്ന്. ഒരു കുത്തമില്ല, ആകെ 5-6 പിള്ളേർ ഇവിടെ. എന്തോ ചെയ്യാനാന്ന് പറ, പള്ളിയാ. സ്നേഹമുള്ളവരെ, അപ്പൊ നിങ്ങളുടെ മക്കൾ നിങ്ങളെ എന്തെല്ലാം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കാന്നറിയോ? എപ്പോഴും പ്രത്യേകിച്ച് ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കിത് അറിയത്തില്ല. എന്തെല്ലാം പറയാന്നറിയോ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പച്ചനൊരു വാട്സപ്പ് അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അപ്പച്ചൻ്റെ 1000 രൂപ വാങ്ങിച്ചു. അക്കൗണ്ട് എടുക്കാൻ 1000 രൂപ വേണമെന്ന് കേട്ടാ. നീ അപ്പച്ചനെ വാട്സപ്പ് ഇടാൻ മോനെ, എനിക്ക് അപ്പച്ചനും കൂടെ ഒരു അക്കൗണ്ട് വേണോട്ടോ വാട്സപ്പിലെന്ന്. 1000 രൂപ ആവുമോ അപ്പച്ചാ? അങ്ങനുണ്ട്, പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളും പഠിക്കണം. ചുമ്മാതെ കേട്ടോ. പിള്ളേർ ഇതൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ പൈസ ഉണ്ടെന്ന്. ആ മക്കളെ, ഈ അമ്മയുടെ ഫോട്ടോ, അപ്പച്ചൻ്റെ ഫോട്ടോ, അമ്മച്ചിൻ്റെ ഫോട്ടോ മാറ്റി അപ്പച്ചൻ്റെ ഫോട്ടോ ഇടാം, അതിന് 150 രൂപയാവുമെന്ന്. ഈ നമുക്കിതൊക്കെ അറിഞ്ഞുകൂടാത്തോണ്ടാ കേട്ടോ. ഇതെല്ലാം പഠിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കണം, ഇതെല്ലാം പഠിക്കണം. എവിടെയെങ്കിലുമൊക്കെ പോയി ഇതൊക്കെ പഠിപ്പിക്കുന്ന പ്രായമായവരെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 100 രൂപ 200 രൂപ കൊടുത്ത് മക്കളെ ഇതൊന്ന് പഠിപ്പിച്ചടാ, ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന്. പിന്നെ ഇവന്മാരുടെ ഒന്നും ഒരു കളിയും നടക്കത്തില്ല കേട്ടോ. ഓക്കെ കേട്ടോ. അത് പിള്ളേരെ തന്നെ പഠിപ്പിക്കുന്ന മെയിനായിട്ടുള്ള പഠിപ്പിച്ച് തരത്തില്ല. കൊള്ളാം. വീണ്ടും വചനം പറയുന്ന പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. ആൺമക്കളുടെ കാര്യമാണേ, ശ്രദ്ധിക്കണേ. ആൺകുട്ടികളെ നിങ്ങൾ അമിതമായിട്ട് ലാളിക്കരുത്, അവൻ നിന്നെ പേടിപ്പിക്കുമെന്നാ കേട്ടോ. ശ്രദ്ധിക്കണേ. അമ്മമാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ആൺമക്കളെ അമ്മ കഴിച്ചാണോ, ആണോ കിട്ടിയില്ല, എന്തുവാ മോനെ നീ എന്ത് കഴിക്കണ്ടേടാ. അപ്പൻ ചോദിക്കണോ കഴിച്ചോടാ? ഇല്ല കഴിച്ചില്ല. എന്താ കഴിക്കാൻ? എന്താ? എന്നാ നീ കഴിക്കണ്ട. ഇത് അപ്പൻ. മനസ്സിലായില്ലേ? നമ്മളങ്ങ് ലാളിക്കുക ആൺപിള്ളേരെ ലാളിക്കരുത്. പെൺപിള്ളേരെ ലാളിച്ചോണം. പെൺകുട്ടികളെ അങ്ങ് ലാളിച്ചോണം. ആൺകുട്ടികളെ ലാളിക്കരുത്. അവൻ പുറത്തിറങ്ങത്തില്ല, അവൻ 10 ആളുകളുടെ മുമ്പിൽ ഇറങ്ങത്തില്ല. നിങ്ങളുടെ വീട്ടിൽ കാണും ഇതിനൊക്കെയുള്ള മക്കള് ഒത്തിരി ലാളിച്ചെന്റെ. മോനെ നീ പള്ളിയിൽ കയറി വാങ്ങി, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വായിക്കത്തില്ല. പള്ളിയിൽ ആൾക്കാരെ പോലും കയറത്തില്ല ചില മക്കള്. അമിതമായി ലാളിച്ച കൊച്ചുങ്ങൾ അതൊക്കെ കേട്ടോ. അപ്പൊ പുത്രനെ അമിതമായി ലാളിക്കരുത്, അവൻ നിന്നെ ഭയപ്പെടുത്തു എന്നാ പറഞ്ഞ. പേടിപ്പിച്ച് കാര്യം ഞാൻ ഇപ്പൊ കയറിച്ചാവും, ഇപ്പൊ കയറി, അയ്യോ മക്കളെ ചെയ്യല്ലേ മക്കളെ, അമ്മ തരാം. അമിതമായി ലാളിച്ച് അവൻ പേടിപ്പിക്കും എന്നാണ് വചനം പറയുന്നത്. വീണ്ടും വചനം പറയുന്നു, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നുവെന്നാണ്. നേരത്തെ പറഞ്ഞ വചനത്തിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. മക്കളെ അടിക്കാതെ വളർത്തുന്ന, താക്കീത് കൊടുക്കാതെ വളർത്തുന്ന അപ്പൻ മക്കളെ വെറുക്കുന്നെന്നാണ് ബൈബിൾ പറയുന്നത്. സ്നേഹമില്ലാത്ത അപ്പന്മാരാണ് മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കത്തേയില്ല. സ്നേഹമുള്ള അപ്പനാണ്. എന്തോടാ, എവിടെ പോടാ, ഏത് സമയത്താടാ, ഈ രാത്രി ഈ സമയത്ത് നീ ഇത്രയും നേരം എവിടെ പോരുന്നത്? ഞാൻ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു, എല്ലാം അമ്മയടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ പിള്ളേർ പറയുന്നത് ഞാൻ അമ്മയടുത്ത് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ അപ്പൻ അടുത്ത ഘട്ടം എന്തോ ആരുടെ നേരെ വരുന്നേ? നമ്മളടുത്ത് പറഞ്ഞോ? അവൻ ഇല്ല. അവൻ ആകെ രക്ഷപ്പെടാൻ ഈ ലോകത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞ് പറ്റിക്കാൻ പറ്റുന്നെങ്കിൽ എൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ അവൻ പറയും അമ്മയടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ചില അപ്പന്മാരങ്ങ് തവിയും, അവളടുത്ത് പറഞ്ഞായിരുന്നു അല്ലേ? ഇല്ല, പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് അമ്മ അപ്പുറത്തോട്ട്, എപ്പ പറഞ്ഞാ എൻ്റെ അടുത്ത്, എപ്പ പറഞ്ഞു നീ അല്ലേ? ഞാനീ പറയുന്നതല്ല, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം വചനം, ഇതിനെല്ലാം വചനമുണ്ട് പ്രിയമുള്ളവരെ, ഇതിനെല്ലാം വചനമുണ്ട്. ഇതൊക്കെ വലിയ ദുരന്തങ്ങളാണ്, നാളത്തെ വലിയ അപകടങ്ങളാണ് പ്രിയമുള്ളവരെ. ഇനി മക്കളുടെ സ്ഥാനത്ത് നമുക്കൊന്ന് കേൾക്കാം.
പുറപ്പാട് 20:12. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ദൈവം നിനക്ക് തരുന്ന ഈ രാജ്യത്ത്, ഈ ദേശത്ത്, ഈ കോയിവിള നാട്ടിൽ നിനക്ക് ദീർഘകാലം, അതായത് ആയുസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. നേരത്തെ പറഞ്ഞത് വാക്കൊന്നും കൂടെ ഉച്ചരിക്കാം. 10 മക്കളെ നോക്കാൻ ഒരമ്മയ്ക്ക് പറ്റി, ഒരമ്മയെ നോക്കാൻ 10 മക്കളെ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. നിങ്ങൾ നോക്ക്, അച്ചാച്ചൻ്റെ വീട്ടിലല്ലേ നിന്നേ, അച്ചാച്ചൻ്റെ വീട്ടിൽ അവിടെ നിൽക്കട്ടെ, ഞാനല്ലേ ഇത്ര നാൾ നോക്കിയത്. എന്നാ പിന്നെ അങ്ങ് നമുക്ക് അവൻ്റെ ജോർജ് കുട്ടിയുടെ വീട്ടിൽ കൊടുക്കാം. ജോർജ് കുട്ടി കുറച്ച് നാൾ നോക്കട്ടെ. ജോർജ് കുട്ടി കഴിഞ്ഞ മാസം ജോർജ് കുട്ടിയല്ലേ നോക്കിയത്. ഈ അമ്മ 10 പേരെ നോക്കാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറ. അതിൻ്റെ പേരാ പ്രിയമുള്ളവരെ അമ്മയെന്ന്. നമ്മൾ അവരെ ഒരു നേരം, നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ള അമ്മമാരുണ്ടെങ്കിലേ നിങ്ങൾ എന്തോരം ഞെരുങ്ങുന്നുണ്ടാവും. അമ്മയ്ക്ക് ചോറ് കൊടുക്കണം, അമ്മയ്ക്ക് ഇത് എടുക്കണം, എങ്ങും പോകാനൊക്കത്തില്ല. വേളാങ്കണ്ണി പോയിട്ട് അവർ കൊടൈക്കനാലൊക്കെ പോയിട്ടാണ് വന്നതാ, ഇവിടെ ഒരു തള്ള ഇരിക്കുന്നു, ഇതെന്തുവാന്ന് പറയും, എങ്ങും വിടത്തില്ല. പള്ളി പോലും എനിക്ക് പോകാനൊക്കത്തില്ല. പള്ളിയിലൊന്നും പോവണ്ട. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഉപവി പ്രവൃത്തി എന്നാ. കുർബാന അവിടെ ഇരുന്ന് കൂടണം. അവിടെ മണിയടി കേൾക്കുമ്പം എൻ്റെ അമ്മച്ചിയെ നോക്കി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ കിട്ടുന്ന പുണ്യം വേറെയാന്നേ. അപ്പൊ അമ്മച്ചിക്ക് വെള്ളം കൊടുക്കാതെ വന്ന് കുർബാന കൂടിയിട്ടെന്ന് പറഞ്ഞ ദൈവം അതുകൊണ്ടൊക്കെ അല്ലേ സഹോദരനോട് നീ രമ്യപ്പെടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെട്ടതിന് ശേഷം വന്ന് ബലിവസ്തു ബലിയർപ്പിക്കാനാണ് പറഞ്ഞത്. അവിടെ രമ്യത അവിടെ നടക്കണം. അവിടെ രമ്യത നടക്കണം. എൻ്റെ അപ്പനോട് എൻ്റെ അമ്മയോട് ഒന്ന് രമ്യപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. നിയമാവർത്തന പുസ്തകം പറയുന്നു, നീ ദീർഘകാലം ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ആ വചനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു വചനം പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ ശാപം മക്കളുടെ ഭവനത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന്. എനിക്കിപ്പോ 5 മക്കളുള്ളതുകൊണ്ട് എനിക്കറിയാം നമുക്ക് നമ്മുടെ മക്കളെ ശപിക്കാൻ പറ്റില്ല, അല്ലേ? എങ്ങനെ പറ്റും നമുക്ക്? ഇപ്പൊ എൻ്റെ 5 മക്കളെ ഞാൻ എങ്ങനെ ശപിക്കുന്നത്? എൻ്റെതല്ലേടാ അതൊക്കെ. എങ്ങനെ ശപിക്കുന്നേ? പറ്റത്തില്ല. പക്ഷെ വചനം പറയുന്നു അപ്പൊ ശാപം ഉണ്ടെന്ന അർത്ഥം. മാതാപിതാക്കളുടെ ശാപം മക്കളുടെ ഭവനത്തിന്റെ അടിത്തറ ഇളക്കുന്നു. നിങ്ങൾ ഓർക്കണേ പ്രിയമുള്ളവരെ, ശാപം എന്ന ദൈവ ഉദ്ദേശം എന്താണെന്നറിയോ? ഏതെങ്കിലും അമ്മ, ഏതെങ്കിലും അപ്പൻ നമ്മുടെ മക്കളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശാപമായിട്ട് എടുക്കുവേ. മനസ്സിലാക്കണേ. മകന്റെ ഏതെങ്കിലും കൊള്ളരുതായ്മയെ ഓർത്തൊരു അപ്പൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മകളുടെ ഏതെങ്കിലും കൊള്ളരുതായ്മയെ ഓർത്ത് അമ്മ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം പ്രിയമുള്ളവരെ, ആ കണ്ണുനീര് ദൈവം ശാപമായിട്ട് എടുക്കും. ഇതെപ്പോഴാ ഫലിക്കുന്നതെന്നറിയാവോ? നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് വരെയും ഇത് അവർക്ക് ശാപം ഇത് സംഭവിക്കില്ല. മനസ്സിലാക്കണേ. കാരണം വചനം പറയുന്നതാണ്, മാതാപിതാക്കളുടെ ശാപം മക്കളുടെ ഭവനത്തിന്റെ അടിത്തറ ഇളക്കുന്ന. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട് ആരുടെയാ? അത് നിങ്ങളുടെ ഭാര്യയും ഭർത്താവിൻ്റെയാ, അല്ലേ? അവര് നാളെ കല്യാണം കഴിച്ച് ഒരു ജീവിതം തുടങ്ങി അവരൊരു പ്രത്യേക കുടുംബമാവുമ്പോൾ, ഭവനമാകുമ്പോൾ അതിന്റെ അടിത്തറ ഇളകുമെന്ന്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? അപ്പം അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴൊന്നും ഈ മക്കൾക്ക് കുഴപ്പമില്ല. അവര് നാളെ ഒരു ജീവിതം തുടങ്ങുമ്പോൾ അതങ്ങോട്ട് ആടാൻ തുടങ്ങും. ഭാര്യയും ഭർത്താവ് ആടി വഴക്ക് പിണക്കം വീട്ടിൽ കൊണ്ടാക്കുന്നത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് അങ്ങേരുമായിട്ട് ശരിയായി പോകത്തില്ല എന്ന് പറയുന്ന കുടുംബം കിടന്ന് ആടുന്ന അവസ്ഥ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മക്കളെ പ്രതി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ മാപ്പ് പറഞ്ഞോണം. ഈ തിരുനാളുകളുടെ ദിവസങ്ങളിൽ ദിവ്യാനൊക്കെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ഈ ഇന്നത്തെ ആരാധനയിലൊക്കെ മാപ്പ് പറഞ്ഞു. എൻ്റെ മോനെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവൻ അന്ന് ആ വൃത്തികേട് കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ പോയി വാ വിട്ട് നിലവിളിച്ച്. ഇത് കണ്ണുനീര് ദൈവം അങ്ങ് എടുത്ത് വെക്കുക. എന്നിട്ട് പറയുന്നത് എന്താ വചനം? ഇത് ഞാൻ കുപ്പിയിൽ ശേഖരിക്കുമെന്ന്. ഇതിന് വില കൊടുക്കുന്നവനാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന ഒരു തുള്ളി കണ്ണുനീരിന് ദൈവം വില തരുന്നയാ? ആ കരയിച്ച ആൾക്ക് അപ്പൊ സമാധാനം കിട്ടുമോ? സ്നേഹമുള്ള തിരിച്ചറിയണം. അതുകൊണ്ട് മാതാപിതാക്കളുടെ ശാപം മക്കളുടെ ഭവനത്തിന്റെ അടിത്തറ ഇളകുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് കുഴപ്പമില്ല. അവരൊരു പ്രത്യേക ഭവനമാകുമ്പോൾ അത് ആടുവെന്നാ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വീണ്ടും വചനം പറയുന്നു, നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. സുഭാഷ് സംഘം 23:22. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഈ വൃദ്ധയായ ഈ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുകയും അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ.